ഏറ്റവും സ്നേഹം നിറഞ്ഞ മുസ്ലിം ലീഗ് കുടുംബാംഗങ്ങളെ, എല്ലാ കുടുവള്ളിക്കാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. സുഖാണോ? എല്ലാവർക്കും സുഖാണോ? വിശക്കണുണ്ട്. ഒരു സുഖമില്ലായ്മ അത് മാത്രമാണ്, ചെറുതായിട്ട് വിശക്കുന്നുണ്ട് അല്ലേ? വിശക്കുമ്പോൾ മനുഷ്യന്മാർക്ക് ആവശ്യം ഭക്ഷണമാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം എന്ന പ്രതീക്ഷയോടെ കുറച്ചു നേരം ആത്മാവിനുള്ള ഭക്ഷണം അന്വേഷിച്ച് നമുക്കൊന്ന് യാത്ര പോവാം. ഏറെ സന്തോഷമുണ്ട്, അതിലേറെ ആനന്ദം നിറഞ്ഞ നിമിഷങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ എന്നെ പോലെയുള്ള വീടിൻ്റെ വിളക്കുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരുപാട് പെണ്ണുങ്ങൾ തന്നെയാണ് ഇന്നും സദസ്സിൽ കൂടുതലായി അണിനിരഞ്ഞ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വീടിന് നാം നൽകുന്ന പ്രകാശത്തെ ഇനിയും എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ എന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അതേ വിഷയം തന്നെ നിങ്ങൾക്ക് മുൻപിൽ പങ്കുവയ്ക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ ആദ്യമായി സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അതോടൊപ്പം നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കത്തക്ക രൂപത്തിൽ ഏറ്റവും മനോഹരമായ, വളരെ പോസിറ്റീവായ രക്ഷാകർതൃത്വം നൽകിക്കൊണ്ട്, പാരന്റിങ് നൽകിക്കൊണ്ട് എന്നെ വളർത്തി വലുതാക്കിയ സ്നേഹനിധികളായ ഉമ്മയെയും ഉപ്പയെയും, വർഷങ്ങളായി കൂട്ടും താങ്ങും തണലുമായി കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഓർത്തുകൊണ്ട് അവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രാർത്ഥന ഗാനത്തോടുകൂടി തുടങ്ങാം. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിൻ ഏകാധിപനേ, നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം, സതതം സഹായമർപ്പിപ്പതും തിരുമുൻപിൽ. നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർ തന്മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗ ഭ്രഷ്ടർ തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു കഥ പറഞ്ഞ് തുടങ്ങാമെന്നാണ് കരുതുന്നത്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരുടെയും കൂടെ എൻ്റെ കൂടെ കുറച്ച് സമയം കൂട്ടേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്കറിയാത്തതായോ അല്ലെങ്കിൽ പുതുതായോ ഒന്നും പറയാനില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയേറെ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാളായിക്കൊണ്ട് മാറാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ സ്ത്രീ മാത്രമാണ്. മകളായും ഭാര്യയായും മരുമകളായും ഉമ്മയായും നാത്തൂനായും ഇളച്ചിയോ മൂത്തച്ചിയോ അമ്മയോ, ഇങ്ങനെ കുറേ പോസ്റ്റുകൾ ഉണ്ടല്ലോ അല്ലേ? നമ്മളിങ്ങനെ ജീവിതത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കുറേ വേഷങ്ങൾ.
ആ വേഷങ്ങളൊക്കെ ഏറ്റവും മനോഹരമായി ഒരു പക്ഷേ ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതമാകുന്ന ഈ നാടകത്തിൻ്റെ അല്ലെങ്കിൽ ഈ സിനിമയുടെ അവാർഡ് പ്രഖ്യാപിക്കുന്ന ഒരു സമയം വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നടി, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മകൾ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഭാര്യ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സഹോദരിയോ മരുമകളോ അമ്മായിയുമ്മയോ അത് ഞാൻ തന്നെ ആവേണമേ എന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റൊരു പ്രത്യേകതയുള്ളത് ഇത്ര മാത്രമാണ്, എൻ്റെ വിദ്യാഭ്യാസം. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നേടിത്തന്ന എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, അത് എന്നിൽ ഏൽപ്പിച്ച ഒരു ബാധ്യതാ നിർവഹണമുണ്ട്. ആ ബാധ്യതാ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി ഞാൻ എൻ്റെ ക്ലിനിക്കുകളിൽ കണ്ടുവരുന്ന ഏകദേശം 9 വർഷങ്ങളായി ഞാൻ എൻ്റെ ക്ലിനിക്കുകളിൽ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. എന്നെ പോലെയുള്ള പച്ചയായ ചിന്തയും വികാര വിചാരങ്ങളും മജ്ജയും മാംസവും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യർ. അവരുടെയൊക്കെ പ്രയാസങ്ങൾ ഇങ്ങനെ കേൾക്കുകയും ഒരുമിച്ചിരുന്ന് അതിലുള്ള പരിഹാരങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ എന്നോട് തന്നെ പറയാറുണ്ട്, ഈ യാതനകൾ, ഈ പ്രയാസങ്ങൾ, ഈ മനുഷ്യരനുഭവിക്കുന്ന ഓരോ വേദനകളും എനിക്ക് ചുറ്റുമുള്ളവർക്കോ ഇതുപോലെ മറ്റൊരു മനുഷ്യനോ അനുഭവിക്കാതിരിക്കുവാൻ ഞാൻ എങ്ങനെയെല്ലാമൊക്കെ ആയി തീരേണ്ടതുണ്ട്. അതുമല്ലെങ്കിൽ ഞാൻ എങ്ങനെയെല്ലാം ആവാതിരിക്കേണ്ടതുണ്ട്. എന്നോട് തന്നെ പറയുന്ന ആ ചോദ്യവും ഞാൻ തന്നെ കണ്ടെത്തുന്ന ആ ഉത്തരവും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ മാത്രം പങ്കുവെക്കുക എന്നതാണ് ഈ കൂടിച്ചേരലിൻ്റെ ഉദ്ദേശം. പ്രിയപ്പെട്ടവരെ, എല്ലാ അർത്ഥത്തിലും ആഴത്തിലും ഈ ചിന്തകൾ ഓരോന്നും ഇവിടെ അവസാനിപ്പിച്ച്, അതുമല്ലെങ്കിൽ ഈ പന്തലിൽ താഴെ തന്നെ ഉപേക്ഷിച്ച് മടങ്ങാതെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൊത്തിവെച്ചുകൊണ്ട് നമ്മുടെ ഇടങ്ങളിലേക്ക് സമാധാനക്കൂട് എന്നറിയപ്പെടുന്ന ദ മിനിയേച്ചർ ഫോം ഓഫ് ഹെവൻ എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഹോമിൻ്റെ അർത്ഥം. നമ്മുടെയൊക്കെ വീടിന് ഹോം എന്നാണ് പറയാ. ഹോമിൻ്റെ അർത്ഥം ദ മിനിയേച്ചർ ഫോം ഓഫ് ഹെവൻ എന്നാണ്, സ്വർഗത്തിൻ്റെ ഒരു കുഞ്ഞു രൂപമാണ്. ഇനി അറബി ഭാഷയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ മസ്കൻ എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ വീടിനെ പേരിട്ട് വിളിക്കുന്നത്. മസ്കൻ എന്ന വാക്കിനർത്ഥം ഭൂമിയിലെ ഏറ്റവും സമാധാനമുള്ള ഇടം എന്നാണ്. അതുകൊണ്ട് ആ ഇടത്തിൻ്റെ സമാധാനം പിന്നെയും പിന്നെയും ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉൾപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കഥയിലൂടെ തുടങ്ങാം. ഒരിക്കൽ ഒരാള് വീട് വെക്കാൻ ഒരുങ്ങാണ്. അയാള് വീട് വെക്കാൻ ഒരുങ്ങുന്നതിന് മുൻപേ ഗുരുവിൻ്റെ അരികിൽ ചെന്നിട്ട് ഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരുവേ, ഞാനൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എൻ്റെ വീട് സ്വർഗതുല്യമാക്കേണ്ടതുണ്ട്. എനിക്ക് എൻ്റെ വീട് സ്വർഗമാക്കി മാറ്റേണ്ടതുണ്ട്. പക്ഷേ നരകമാവണ്ട എന്ന്. അപ്പൊ ഗുരു അദ്ദേഹത്തിനോട് പറഞ്ഞു, അതിന് നീ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിന് നീ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പൊ അയാൾ തീർച്ചയായും ഗുരുവിൻ്റെ അടുത്ത് മറുപടി പറയാണ്, ഇല്ല ഗുരുവേ, ഞാൻ കണ്ടിട്ടില്ല, സ്വർഗവും കണ്ടിട്ടില്ല, നരകവും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ നീ നിന്റെ വീട് സ്വർഗതുല്യമാക്കും എന്ന ചോദ്യത്തിന് അദ്ദേഹം വീണ്ടും ഗുരുവിനോട് പറയാണ്, എന്നാൽ എനിക്ക് സ്വർഗവും നരകവും ഒന്ന് കാണിച്ചു തരുമോ എന്ന്. അങ്ങനെ അയാള് സ്വർഗവും നരകവും കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മുൻപിലെത്തി. ആദ്യം അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് നരകമാണ്. വലിയൊരു റൂമാണ്, പക്ഷെ അതിന് വാതിലുകളൊന്നുമില്ല, ജനാല മാത്രമേ ഉള്ളൂ. ഈ ജനാലയ്ക്കുള്ളിലൂടെ ഇങ്ങനെ നരകത്തിനുള്ളിലേക്ക് നോക്കുമ്പോൾ വിശാലമായൊരു റൂം. ആ റൂമിൻ്റെ ഉള്ളില് അതിനേക്കാൾ വിശാലമായ ഒരു തീൻമേശ. ഈ തീൻമേശയില് നിറയെ വിഭവങ്ങളാണ്, ഭയങ്കര ടേസ്റ്റുള്ള വിഭവങ്ങൾ കോപ്പ നിറയെ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. പാത്രങ്ങൾ നിറയെ വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ വിഭവസമൃദ്ധമായി നിറച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഇതിങ്ങനെ നോക്കി നിൽക്കെ ഒരു ബെല്ലടിക്കാണ്. നരകാണേ കാണുന്നത്. ഒരു ബെല്ലടിക്കാണ്. ബെല്ലടി സൗണ്ട് കേട്ടതും കുറേ മനുഷ്യന്മാര് നടന്നു വരുന്നുണ്ട്. ഈ ആളുകളൊക്കെ ഇങ്ങനെ വരുമ്പോ ഈ മനുഷ്യന്മാരെയൊക്കെ നോക്കിയപ്പോ, പുറത്തുനിന്ന് ഇയാൾ ഈ മനുഷ്യന്മാരെയൊക്കെ നോക്കുമ്പോ ഇവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഇവരുടെയൊക്കെ കൈകള് നീണ്ട ഒരു ഇരുമ്പ് ദണ്ടിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട്. രണ്ട് കൈകളും
വലിയ ഒരു ഇരുമ്പ് ദണ്ടിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടാണ് ഉള്ളത്. രണ്ട് കൈകളും ഇരുമ്പ് ദണ്ടിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഈ രൂപത്തിലാണ് എല്ലാവരും നടന്നു വരുന്നത്. അങ്ങനെ എല്ലാവരും വന്നു, തീൻമേശയുടെ അരികിലെത്തി. നല്ല വിശപ്പോട് കൂടിയിട്ടാണ് എല്ലാവരും വരുന്നത്. തീൻമേശ നിറയെ ഭക്ഷണ പദാർത്ഥങ്ങളാണ്, എല്ലാ തരത്തിലുള്ള ഭക്ഷണ പാനീയങ്ങളും ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഇവരൊക്കെ വന്ന് മേശയിലുള്ള വിഭവങ്ങളൊക്കെ എങ്ങനെ നോക്കി നിന്ന് കഴിക്കാൻ പറ്റുമോ? ഹൈ കൊടുവള്ളിക്കാരെ, നിങ്ങളൊന്നും പറഞ്ഞില്ല, കഴിക്കാൻ പറ്റുമോ? കഴിയോ? എന്തേ പറ്റാത്തെ? കൈ എവിടെ? കൈ രണ്ടും എവിടെയാ? ഇരുമ്പ് ദണ്ടില് കെട്ടിയിട്ട രൂപത്തിലുള്ളത്. ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഭക്ഷണം നോക്കി, വെള്ളം ഇറക്കി, അടുത്ത വെല്ലടിയോട് കൂടിയിട്ട് ഉള്ളിലേക്ക് തന്നെ കയറി പോവുകയും ചെയ്തു. അങ്ങനെ നരകം കണ്ടു കഴിഞ്ഞപ്പോ ഗുരു ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഇനി നമുക്ക് സ്വർഗം കാണാൻ പോവാന്ന്. ഓക്കെ, അങ്ങനെ സ്വർഗത്തിന്റെ അരികിലെത്തി. സ്വർഗവും ഇതേപോലെ തന്നെ വലിയ വിശാലമായ ഒരു റൂമാണ്. അതിനും വാതിലുകൾ ഉണ്ടായിരുന്നില്ല, ജനാല മാത്രമേ ഉള്ളൂ. ജനാലയ്ക്കുള്ളിലൂടെ അതിനുള്ളിലേക്ക് നോക്കുമ്പോൾ നരകത്തിൽ കണ്ട അതേ കാഴ്ച. വിശാലമായ തീൻമേശയുണ്ട്. ആ തീൻമേശ നിറയെ വിഭവ സമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ പോലെ അതേപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബെല്ലടി കേട്ടു. ആളുകളൊക്കെ നടന്നു വരികയാണ്. തഥൈവ ഈ ആളുകളുടെയും കൈകളെല്ലാം ഇരുമ്പ് ദണ്ടിലേക്ക് ചേർത്ത് വെച്ച് കെട്ടിയ രൂപത്തിലാണുള്ളത്. ഇയാൾക്ക് സങ്കടം വന്നു. നരകത്തിലെ ഭക്ഷണം മുഴുവൻ വേസ്റ്റ് ആയി പോയില്ലേ പഠിച്ചോനെ, ഇനിയിപ്പോ സ്വർഗത്തിലെ ഭക്ഷണം മുഴുവൻ വേസ്റ്റ് ആവാൻ പോവാണല്ലോ. കാരണം എല്ലാവരുടെയും കൈകള് ഇരുമ്പ് ദണ്ടിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് കെട്ടിയ രൂപത്തിലാണുള്ളത്. ബെല്ലടിയോടുകൂടി എല്ലാവരും നടന്നു വരികയാണ്. എല്ലാവരും തീൻമേശയുടെ അരികിലെത്തി. പക്ഷെ ഉണ്ടല്ലോ, ആ കൂടിയ മനുഷ്യന്മാരെല്ലാവരും ആ തീൻമേശയിൽ വിളമ്പി വച്ചിരുന്ന എല്ലാ ഭക്ഷണ പാനീയങ്ങളും വയറ് നിറയെ കഴിച്ചു. ഇതെങ്ങനെ സംഭവിച്ചേ? കൊടുവള്ളിക്കാരെ, എങ്ങനെ കഴിച്ചു? ഹൈ, സ്വർഗത്തിൽ ആൾക്കാരെ കയ്യോ എവിടെയാ? സ്വർഗല്ലേ, മന്ത്രശക്തിയിൽ ദണ്ടുമെന്ന് കൈയെടുത്തിട്ടുണ്ടാവുന്ന? ഇല്ല, ഒരു മാന്ത്രിക ശക്തി എവിടെ പ്രവർത്തിച്ചിട്ടില്ല. എങ്ങനെയാ ഇവരൊക്കെ ഭക്ഷണം കഴിച്ചത്? എനിബഡി, ആർക്കെങ്കിലും പറയാൻ കഴിയോ എങ്ങനെയാ ഇവരൊക്കെ ഭക്ഷണം കഴിച്ചതെന്ന്? കൂടെയുള്ള ആളെ കഴിപ്പിക്കുകയായിരുന്നു ഇല്ലേ? ഇരുമ്പ് ദണ്ടില് കെട്ടിവെച്ച കൈ പതിയെ ഒന്ന് ചരിച്ചുകൊണ്ട് തന്റെ കൈ കൊണ്ട് ഭക്ഷണം എടുത്ത് തൊട്ടരികിലുള്ള ആളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക. ഇങ്ങനെ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് അരികിലുള്ള മനുഷ്യർ പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തുകൊണ്ട് അവരുടെ വിശപ്പകറ്റുകയാണ് ചെയ്തത്. ഇവിടെ ഗുരു കാഴ്ച മുഴുവൻ കണ്ട് അടുത്ത ബെല്ലടിയോടുകൂടി മനുഷ്യരൊക്കെ മടങ്ങിയപ്പോ തന്നോട് വീടിനെ സ്വർഗമാക്കി മാറ്റാൻ ആഗ്രഹിച്ചു വന്ന ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് രണ്ടുമാണ് സ്വർഗവും നരകവും. രണ്ട് റൂമുകളിലും ഒരേ മനുഷ്യരാണ്. രണ്ട് മുറികൾക്കും ഒരേ വിശാലതയാണ്. രണ്ട് മുറികളിലും ഒരുപോലെ തീന്മേശയുണ്ട്. രണ്ട് മുറികളിലും ഒരുപോലെ വിഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരേ സാഹചര്യങ്ങളായിരുന്നിട്ട് പോലും ഒന്ന് നരകമായി മാറുകയും മറ്റൊന്ന് സ്വർഗമായി മാറുകയും ചെയ്തു. ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. നമുക്കൊക്കെ ഉള്ളത് കുടുംബം തന്നെയാണ് അല്ലേ? നമുക്കൊക്കെ ഉള്ളത് കുടുംബാണ്. കൂടുമ്പോൾ ഇമ്പം പകരുന്നതാണ്. നമുക്കൊക്കെ ഉണ്ട് ഉമ്മ വാപ്പ, നമുക്കൊക്കെ ഉണ്ട് വല്യമ്മ വല്യപ്പ, നമുക്കൊക്കെ ഉണ്ട് മക്കള് മരുമക്കള് സഹോദരങ്ങള് ഒക്കെ ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ചില ചുമരുകൾക്കുള്ളകം മാത്രം നരകമായി മാറാം, ചില ചുമരുകൾക്കുള്ള മാത്രം സ്വർഗമായി മാറാണ്. ഇതിന് കാരണം എന്താ? എങ്ങനെയാണ് ഇതിനെ സ്വർഗമാക്കി മാറ്റുക? അല്ലെങ്കിൽ കൂടുമ്പോൾ ഇമ്പം പകരുന്ന എനിക്ക് തന്ന വിഷയം പോലെ സന്തുഷ്ടമായ കുടുംബമാക്കി മാറ്റുന്നത് എങ്ങനെയാ? അതിൽ നമുക്കൊക്കെ പങ്കുണ്ടോ? നമ്മളൊക്കെയാണോ അത് ചെയ്യേണ്ടത്?
അതും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണ്? അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട് അല്ലേ? ഈ ചോദ്യം മുമ്പിൽ ഇങ്ങനെ വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസേ ക്ലിനിക്കിൽ ഉണ്ടായ ഒരു അനുഭവം മനസ്സിലേക്ക് വന്നത്. ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാണ്. കൗൺസിലിങ്ങിനിടയിൽ പല വിഷയങ്ങളും ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ആ മോള് എൻ്റെ അടുത്ത് പറയാണ്, ഡോക്ടറെ, ഏർണിങ്സ് ഇല്ലാത്ത മെമ്പേഴ്സൊക്കെ ഫാമിലിയിൽ വേസ്റ്റ് അല്ലേ എന്ന്. ഏർണിങ്സ് ഇല്ലാത്ത, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? കുടുംബക്കാരങ്ങളൊക്കെ അവിടെ ഇല്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ആക്കുക. ഞാൻ ചിലപ്പോൾ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ആക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കാൻ പ്രയാസമുണ്ടോ? ഒന്നാമത്തെ കാര്യം, നമ്മളെ കഴുത്തിൻ്റെ ഉള്ളിലേ, കഴുത്തിൻ്റെ ബാക്കിൽ കുറച്ച് എല്ലുകളൊക്കെ ഉണ്ട്. സെർവൈക്കൽ ബോൺസ് എന്നാണ് പറയുക. ഈ ബോൺസ് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇളക്കണത് നല്ലതാ. നമ്മൾ കുറേ നേരമായില്ലേ, രാവിലെ 10 മണി മുതൽ ഇരുത്തം തുടങ്ങിയതല്ലേ. വീട്ടിൽ പോകുമ്പോൾ മൂപ്പര് വിളിക്കുമ്പോൾ ഇത് തിരിച്ച് മൂപ്പരെ നോക്കാൻ കഴിയൂല. അപ്പൊ ഇടയ്ക്കൊന്ന് ഇങ്ങനെയൊക്കെയുള്ള മൂവ്മെന്റ് ഒക്കെ. പിന്നെ ഇപ്പൊ ഒരു 10-60 വയസ്സ് കഴിഞ്ഞവർ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. 60 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേനെ തേയ്മാനൊക്കെ തുടങ്ങും. 60 ഒന്നും കഴിയണ്ട, മെനോപോസൽ ഏജ് ആവുമ്പോഴത്തേന്. മെനോപോസൽ ഏജ് എന്ന് പറഞ്ഞാൽ 45 മുതൽ പെണ്ണുങ്ങൾക്ക് മെനോപോസൽ ഏജ് ആവും. ആണുങ്ങൾക്കും ഏകദേശം ഒക്കെ ഒരു 50 വയസ്സ് മുതലൊക്കെ തേയ്മാനം സംഭവിക്കാൻ തുടങ്ങും, എല്ലിനും പല്ലിനും ഒക്കെ. അപ്പൊ ചിലപ്പോൾ കഴുത്ത് ഇങ്ങനെ കിളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാനിങ്ങനെ നോക്കിയിട്ട് കൊടുവള്ളിക്കാരൊക്കെ 60 കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിലും ചർമ്മം കണ്ടാ പറയില്ല ഇല്ലേ? ചർമ്മം കണ്ട ഭയങ്കര യങ് എല്ലാരും. അപ്പൊ ഒന്ന് ഇങ്ങനെ കാക്കുമ്പോ എനിക്ക് എന്ത് തോന്നും? നിങ്ങളെ കൂട്ടത്ത് കൂട്ടിയിക്കണെന്ന് അല്ലേ? അപ്പൊ എനിക്ക് എന്തിനു പറ്റും? നിങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വെറുതെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പറയണതൊന്നും അല്ലേ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ, നിങ്ങളെ മുമ്പിൽ നിൽക്കുമ്പോ ജീവിതവും അതുപോലെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ, എന്നെ പോലെയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ ഇങ്ങനെ അറിയാണ്ട് വന്നു പോണ കാര്യങ്ങളാ. അപ്പൊ നിങ്ങളിൽ ഒരാളായിട്ട് കാണുക കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈ കുട്ടി പറയാണ്, ഏണിങ്സ് ഇല്ലാത്ത മെമ്പേഴ്സ് ഫാമിലിയിൽ വേസ്റ്റാന്ന്. പഠിച്ചോനെ, ഞാൻ തന്നെ കുറച്ചേരം ആലോചിച്ച്. കാരണം ഏണിങ്സ് ഇല്ലാത്ത മെമ്പേഴ്സ് എന്ന് പറയുമ്പോ ആരാ? ഇന്നയാളെ വരുമാനം ഇല്ലാത്തോലെ ഫാമിലിയിൽ വേസ്റ്റ് അല്ലേന്ന് ഞാൻ ആദ്യം ആലോചിച്ചത് ആരെയാന്നറിയോ? വല്യമ്മാനെയും വല്യപ്പാനെയും അല്ലേ? ആദ്യം ആലോചിച്ചത് വല്യമ്മാനെയും. വല്യമ്മയും വല്യപ്പയും പ്രായമാകുമ്പോൾ ഏർണിങ്സ് വരുമോ? വരുമാനം വരുമോ? ഓല് ജോലിയും കൂലിയൊക്കെ നിർത്തി, ജോലിക്കും കൂലിക്കും ഒന്നും പോവാൻ പറ്റാതെയായി അവര് വീട്ടിലിരിക്കുക, സ്വസ്ഥ ജീവിതം നയിക്കുക. അപ്പോഴാണ് വല്യമ്മാനെയും വല്യപ്പാനെയും നോക്കേണ്ട പേരക്കുട്ടി പറയണത് എന്ത്? വരുമാനം ഇല്ലാത്തവരൊക്കെ വീട്ടിൽ വേസ്റ്റ് അല്ലേ എന്ന്. അപ്പൊ ഇത് എവിടുന്നേ കിട്ടിയെന്ന് ചോദിച്ചപ്പോ, ഓള് ഫോളോ ചെയ്യണ നവ ലിബറൽ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഒരാളുടെ ഇന്റർവ്യൂ എന്ന് കേട്ടതാണ് എന്ന്. അഥവാ സ്വതന്ത്രവാദവും വ്യക്തിവാദവും യുക്തിവാദവും കൊണ്ട് നടക്കുന്ന ഈ കുട്ടി എപ്പോഴും കാണുന്ന ഒരാളുടെ ഇന്റർവ്യൂ എന്ന് കണ്ടതാത്രേ. പ്രായമായ മനുഷ്യന്മാരൊക്കെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ യങ് ജനറേഷന്റെ ചെറുപ്പക്കാരായ ആളുകളുടെ വേസ്റ്റ് ആണ്, അതുകൊണ്ട് പ്രായമായ ആൾക്കാർക്കൊക്കെ ആത്മഹത്യ ചെയ്യണതാ നല്ലത് എന്ന്. പ്രായമായ മനുഷ്യന്മാരൊക്കെ പോയി ആത്മഹത്യ ചെയ്യണമെന്ന് ആ മനുഷ്യൻ അയാളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞൂന്ന്. പഠിച്ച തമ്പുരാനങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെ കുട്ടികളെ, ഈ കൊണ്ടുവന്ന കുട്ടി അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നൊന്നും അല്ല വന്നിട്ടുള്ളത്. നമ്മളെ ഇന്ത്യയിലെ, നമ്മളെ കേരളത്തിലെ ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാ കൗൺസിലിങ്ങിന്. അതിൻ്റെ ഇടയിലാണ് അവൾ പറഞ്ഞത് എന്ത്? പ്രായമായ ഉമ്മാനെയും വാപ്പാനെയും വയസ്സായ വല്യമ്മാനെയും വല്യപ്പാനെയൊക്കെ വേസ്റ്റ് അല്ലേ, ഏർണിങ്സ് ഒന്നും വരണില്ലല്ലോ എന്ന്. ഇങ്ങനത്തെ കുട്ടികളെ പോറ്റണം ഉമ്മാരും വാപ്പാരും അല്ലേ നമ്മള് ഇല്ലേ? അതേപോലെ ക്ലിനിക്കില് മറ്റൊരവസരത്തിൽ കൊണ്ടുവന്നതാണ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉമ്മാനെയും വാപ്പാനെയും കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തിനാണെന്നറിയോ? പൊന്നാര ഡോക്ടറെ, ഇവരെ രണ്ടാളൊന്ന് ഡിവോഴ്സ് ആക്കി തരുമോന്ന് ചോദിച്ചിട്ട്. ഉമ്മാനെയും വാപ്പാനെയും ഒന്ന് ഡിവോഴ്സ് ആക്കി തരുമോന്ന്, ഒന്ന് പിരിപ്പിച്ച് തരുമോന്നും പറഞ്ഞിട്ട്. അതെന്റെ ആദ്യത്തെ അനുഭവമായിരുന്നേ. അവസാനത്തെയും അനുഭവമാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം എന്താ? സ്വന്തം ഉമ്മാനെയും വാപ്പാനെയാണ് പിരിച്ചു തരുമോന്ന് ചോദിച്ചിട്ട് വരണേ. അതിന്റെ പിറകിൽ കുറേ അനുഭവങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് മക്കൾ ഇങ്ങനെ പറയുന്നു എന്നതിന്റെ പിറകെ കുറേ സാഹചര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ, ഇത്തരം കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ ആയതുകൊണ്ട് തന്നെ
ഈ വിഷയം ഈ കാലഘട്ടത്തിൽ അങ്ങേയറ്റം പ്രസക്തമാണ്. എന്തിനാ കുടുംബം? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കുടുംബം ഇല്ലെങ്കിലേ ഈ ഏർണിങ്സ് ഇല്ലാത്ത ഉമ്മയും വാപ്പയും വേസ്റ്റ് ആവൂലെണ്ണയാളെ. ആലോചിച്ച് നോക്കി, കുടുംബം ഇല്ല എങ്കിൽ ഈ പ്രായമായ മനുഷ്യർക്ക് ആര് സംരക്ഷണം നൽകും? കുടുംബമില്ല എങ്കിൽ മക്കൾക്ക്, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ആര് സംരക്ഷണം നൽകും? എന്താ മൃഗങ്ങളും മനുഷ്യന്മാരും തമ്മിലുള്ള ആകെ വ്യത്യാസം എന്താ? മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ കുടുംബമാണ്. വിശേഷ ബുദ്ധിയിൽ നിന്നും ഉണ്ടാവുന്ന ഈ കുടുംബമാണ്. മനുഷ്യന്റെ കുട്ടി ജനിച്ചു വീഴുന്നത് 20% മാത്രമുള്ള തലച്ചോറുമായിട്ടാണ്. 20% മാത്രമേ നമുക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികളുടെ തലച്ചോറിന് കപ്പാസിറ്റി ഉള്ളൂ. ബാക്കി 80% വളരുന്നത് ആ കുട്ടിയുടെ ചുറ്റുപാടിനനുസരിച്ചാ. ആ കുട്ടിയുടെ ചുറ്റുപാടിൽ വേണം ഏറ്റവും സമാധാനവും സംതൃപ്തിയും സന്തോഷവും നൽകുവാൻ അവൾക്ക്, അവന്, അവളുടെ കുടുംബം. ആ കുടുംബത്തിൽ നിന്നല്ലാതെ വേറെ എവിടുന്നാ കിട്ടിയ സംരക്ഷണം? വേറെ എവിടുന്നാ കിട്ടിയ സന്തോഷം? വേറെ ആരാ ആഗ്രഹിക്കുന്നത് അവൻ ഏറ്റവും മികച്ചവളാവണമെന്ന്? വേറെ ആരാ ആഗ്രഹിക്കുന്നത് അവൻ ഏറ്റവും മികച്ചവനാവണമെന്ന്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബം എന്ന് പറയുന്നത് എന്നും പ്രസക്തമായ ഒന്നാണ്. മെഡിക്കൽ സയൻസ്, മനഃശാസ്ത്രത്തിന്റെ ഒരു പഠന റിപ്പോർട്ട് തന്നെ ഇങ്ങനെയാ. മനുഷ്യന്മാർ അനുഭവിക്കുന്ന മനപ്രയാസം, മനോവേദനകള്, മനസ്സുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾക്ക് 70% കാരണവും അവരുടെ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലുകളാണ് എന്ന്. മനുഷ്യന്മാരുടെ ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന വിള്ളലുകളാണ് എന്ന് പറയുമ്പോ പടച്ചോന്റെ അടുത്തേക്ക് വരാം നമ്മള്. പടച്ചോനെ, സ്വർഗത്തിൽ വെച്ചിട്ട് സൃഷ്ടിപ്പൊക്കെ കഴിഞ്ഞപ്പോ ബന്ധത്തിനെ സൃഷ്ടിക്കാം. ബന്ധത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ബന്ധം ചോദിച്ചു അത്രേ, എന്നെ മുറിക്കപ്പെടുന്ന സാഹചര്യം വരുമോന്ന്, എന്നെ മുറിക്കുന്ന സാഹചര്യം വരുമോന്ന്. അപ്പൊ പടച്ചോൻ പറഞ്ഞു അത്രേ, നിന്നെ മുറിക്കുന്നവരുമായി ഞാനും ബന്ധം മുറിക്കുന്നതാണ്. നിന്നെ ചേർത്ത് പിടിക്കുന്നവരുമായി ഞാനും ബന്ധം ചേർത്ത് പിടിക്കുന്നതാണ് എന്ന്. എല്ലാ ദൈവങ്ങളും തന്നെയാ പറയണത്. ബന്ധങ്ങൾ ഊഷ്മളമാക്കുക, ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുക, ബന്ധങ്ങൾ മുറിക്കാതിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തില് ഡിജിറ്റലൈസ്ഡ് യുഗത്തിൽ വളരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കളായതുകൊണ്ട് തന്നെ കുട്ടികൾ തെറ്റുകളിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോവാതിരിക്കണമെങ്കിൽ, ചതിക്കുഴികളിൽ പെട്ടുപോവുകയാണ് എങ്കിലും കൈ പിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കരകയറ്റി കൊണ്ടുവരണമെങ്കിൽ സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം ആ മക്കൾക്ക് സംജാതമാക്കി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ വീടകങ്ങള് ഏറ്റവും സ്നേഹവും ഏറ്റവും സന്തോഷവും ഏറ്റവും സമാധാനവും നിറഞ്ഞതാക്കി തീർക്കേണ്ടതുണ്ട്. എങ്ങനെയപ്പോ ഇത് ചെയ്യാം അല്ലെ? പറയാനൊക്കെ എളുപ്പല്ലേ? ഇതിപ്പോ എങ്ങനെ എല്ലാവരും ആഗ്രഹം തന്നെ ഈ 4 സാകളും, സന്തോഷം, സമാധാനം, സംതൃപ്തി, ഇതൊക്കെ കുടുംബത്തിൽ ഉണ്ടാവണം. സന്തോഷം വേണം, സമാധാനം വേണം, സംതൃപ്തി വേണം, ഇതൊക്കെ നമ്മളെ കുടുംബത്തിൽ ഉണ്ടാവണം. അതിനിപ്പോ എന്താ ചെയ്യാ? ഞാൻ എപ്പോഴും ക്ലിനിക്കിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ, വീട്ടില് ഒരു സന്തോഷവും ഇല്ല, ഒരു സമാധാനവും ഇല്ല, ഒരു സംതൃപ്തി ഇല്ല, എന്താ ചെയ്യേണ്ടത് നല്ലട്ടോ? ഇതാണ് പരാതിയെ. കുടുംബത്തില് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒന്നുമില്ല, പരാതി ഇതാണ്. പക്ഷെ തമാശയുള്ള കാര്യം എന്താണെന്നറിയോ? പരിഹാരവും പരാതിക്കാരനെ പറയൂ എന്നുള്ളതാ. പരിഹാരവും പരാതിക്കാരനെ പറയും. എന്റെ പണി പകുതി അങ്ങോട്ട് കുറഞ്ഞിട്ടു. പരിഹാരം എന്താ? ഡോക്ടറെ, വീട്ടില് സന്തോഷമില്ല, വീട്ടില് സമാധാനമില്ല, വീട്ടില് സംതൃപ്തി ഇല്ല, വീട്ടിലൊരു സ്വസ്ഥതയില്ല, നിങ്ങള് ഓളെ ഒന്ന് നന്നാക്കി തരുമോന്ന്, അല്ലെങ്കിൽ ഡോക്ടറെ, വീട്ടില് സ്വസ്ഥത ഇല്ല, സമാധാനം ഇല്ല, സന്തോഷമില്ല, സംതൃപ്തി ഇല്ല, നിങ്ങൾ ഓനെ ഒന്ന് നന്നാക്കി തരുമോന്ന്. അപ്പൊ ഉത്തരവും കിട്ടിയില്ലേ? പ്രശ്നം കിട്ടി, പ്രശ്നത്തിനുള്ള പരിഹാരം നമുക്ക് തന്നെ കിട്ടി. എന്താ? ഓളെ നന്നാക്കുക അല്ലെങ്കിൽ ഓനെ നന്നാക്കുക. ഈ ഓളുകളും ഓനുകളും ഒക്കെ അല്ലെ നമ്മള് ഈ പറയുന്ന, ഈ പരാതി പറയുന്ന അല്ലെങ്കിൽ നന്നാക്കേണ്ടുന്ന ഓളുകളും ഓനുകളും ഒക്കെയാ ഞാനും നിങ്ങളും. നാളെ ഒരു പക്ഷെ എന്റെ ഒരാള് പിടിച്ചുകൊണ്ടുപോയി, ഡോക്ടറെ പോരയിലൊരു സുഖമില്ല, നിങ്ങൾ ഓളെ നന്നാക്കി തരീന്ന് പറയുന്നതിന്റെ മുമ്പേ ഞാനങ്ങോട്ട് നന്നായാ മതി ഇല്ലേ? അല്ലെങ്കിൽ മൂപ്പരെ പിടിച്ചുകൊണ്ടുപോയി ഓനെ ഒന്ന് നന്നാക്കി തരീന്ന് പറയുന്നതിന്റെ മുമ്പേ മൂപ്പരങ്ങോട്ട് നന്നായാ പോരെ? അപ്പൊ എങ്ങനെ ഇതിനെ നന്നാക്കും? ഇത് ഫാനോ ബൾബോ ഒന്നും അല്ല, മിക്സി ഒന്നും അല്ല പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ച് നന്നാക്കി കൊടുക്കാന്.
ഇതെങ്ങനെയാണ് ഇതിനെ നന്നാക്കുക? എങ്ങനെയാണ് ഈ ഓനെ നന്നാക്കുക? ഇനി ഓളും ഓനും ആരാ? ചിലപ്പോഴൊക്കെ ഓളും ഓനും ഭാര്യയും ഭർത്താവും ആയിരിക്കും, ചിലപ്പോഴൊക്കെ ഉമ്മയും ഉപ്പയായിരിക്കും, ചിലപ്പോഴൊക്കെ മക്കളും മാതാപിതാക്കളും ആയിരിക്കും, മറ്റു ചിലപ്പോഴും സഹോദരങ്ങള്, മറ്റു പലപ്പോഴും അയൽപക്കക്കാര്, ചിലപ്പോഴൊക്കെ കൂട്ടുകാര്. ഇങ്ങനെ ഒരുമിച്ച് പരസ്പരം സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് പരസ്പരം താങ്ങും തണലും സന്തോഷവും സമാധാനവും ഒക്കെ ആയിത്തീരേണ്ട മനുഷ്യരാണ് ഓള് നന്നല്ല ഓന് നന്നല്ല എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ ഓളെയും ഓനെയും നന്നാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാ. കൊടുവള്ളിക്കാരെ ഒപ്പുണ്ടോ? നന്നാവല്ലേ നമുക്ക്? ഞങ്ങൾ നിലമ്പൂരാരും കൂടെ ഉണ്ട്. നന്നാവല്ലേ നമുക്ക്? അപ്പൊ എങ്ങനെയാണ് നാളെ ഒരു പക്ഷെ ഇന്റെ ഓന് എന്നെയും കൊണ്ടുപോയി ഓളെ നന്നാക്കി തരുമോ എന്ന് ചോദിക്കുന്നതിന്റെ മുമ്പേ, അല്ലെങ്കിൽ ഞാൻ മൂപ്പരെ കൊണ്ടുപോയി ഓനെ നന്നാക്കി തരുമോ എന്ന് ചോദിക്കുന്നതിന്റെ മുമ്പേ നമുക്കൊന്നിട്ട് നന്നായി നോക്കാം. അപ്പൊ പിന്നെ ഫീസ് കുറഞ്ഞിട്ടൂല്ലേ? ഹൈ, വെറുതെ നന്നാവില്ല കേട്ടോ ഫീസ് കൊടുക്കണതേ. ക്ലിനിക്ക് പോയി ഫീസ് കൊടുക്കണം. അപ്പൊ 1000 എണ്ണി കൊടുക്കുമ്പോ നമ്മൾ ആലോചിക്കും, ആദ്യം തന്നെ നന്നായാ മതിയേനേന്ന്, എന്നാ പോക്കറ്റിൽ നിന്ന് പൈസ പോവില്ലായിരുന്നല്ലോ എന്ന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പൈസക്ക് ലാഭം കിട്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോഴേ അങ്ങോട്ട് ക്ലിയർ ചെയ്താല് നാളെ ക്ലിനിക്ക് ഓടേണ്ടി വരൂല എന്നുള്ളതാ. അപ്പോ ഈ ഓള് അല്ലെങ്കിൽ ഓന് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതേ, ഓളെ ഓനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു സൂഫി കഥയാ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത്. ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും കൂടെ വീട് താമസം മാറി പുതിയൊരു വീടൊക്കെ എടുത്ത് പോവാണ്. അപ്പൊ ഭാര്യ വീടിന്റെ ഒരു ജനാലയ്ക്കുള്ളിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ടേ പുയ്യാപ്പളിനെ വിളിച്ച് നോക്കി ഒന്നിങ്ങോട്ട് വരീന്നും പറഞ്ഞിട്ട് മൂപ്പര് ഓടി വന്നപ്പോ മൂപ്പരോട് ഓള് പറയാ, തൊട്ടപ്പുറത്തുള്ള അയൽവാസിയുടെ വീട് ചൂണ്ടിക്കാണിച്ചിട്ട് ഓള് പറഞ്ഞു കൊടുക്കുകയാണ് തന്റെ പുയ്യാപ്പളിനോട്, നിങ്ങൾ ആ പോര ഒന്ന് നോക്കാണേ. ആ പോരന്റെ ചുമര് നോക്കി, എന്തോരം അഴുക്കാലേ അതില്. ആ വീടിന്റെ ചുമരുമ്പിൽ എന്തോരം പൊടിയും അഴുക്കുക. ഇനി അതിന്റെ മതിലാണെങ്കിലോ ക്ലാവ് പിടിച്ചാകെ ചെളി പുരണ്ട് കിടക്കുക. ഇനി മുറ്റത്ത് അഴയിൽ ഡ്രസ്സ് തോരട്ടിട്ടുണ്ട്, വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ തോരട്ടിട്ടുണ്ട്. ആ തോരയിട്ട വസ്ത്രങ്ങൾ പോലും നോക്കൂ, എന്തോരം ചെളിയാ. ഈ പെണ്ണിന് എന്താണാവാ പൊരയില് പണിയെന്ന്. പുയ്യാപ്പിളൊന്നും മിണ്ടിയില്ല കേട്ടോ. ഓള് പറയുമ്പോ ഒന്നും മിണ്ടാൻ പാടില്ലല്ലോ, ഇല്ലേ? ഓള് പറയുമ്പോ ഓളെ തന്നെ കേൾക്കണം കേട്ടോ. അത് വലിയൊരു പാഠാണ്. കാരണം ഓക്ക് കുറേ പറയണം. പെണ്ണിനെ അങ്ങനെയാ പഠിച്ചോ സൃഷ്ടിച്ചത്. കുറേ പറയുന്ന രൂപത്തിലാണ് ഓളെ മൂപ്പര് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓളെ പറച്ചിലൊക്കെ കേൾക്കാത്ത കുടുംബങ്ങളിലാണ് ഈ മാതിരി പൈസയും ചെലവാക്കി കൗൺസിലിങ്ങിന് പോകേണ്ട അവസ്ഥ വരിക. ഓള് പറയണത് ഓളങ്ങോട്ട് കേട്ടാ മതി, അത്രേ വേണ്ടൂ. അതിലേക്കൊക്കെ നമ്മൾ വരികയാണ്. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു? സ്വസ്ഥതയും സമാധാനമുള്ള കുടുംബാന്തരീക്ഷത്തിന് അവളെ കേൾക്കൽ നിർബന്ധമാണല്ലോ എന്ന് കരുതി ഓള് പറയണതൊക്കെ മുഴുവൻ കേട്ട് ഒന്നും മിണ്ടാതെ പോക്കറ്റിൽ നിന്ന് ടവലെടുത്ത് കർച്ചീഫ് എടുത്തിട്ട് അവരുടെ വീടിന്റെ ജനാലയുടെ ഗ്ലാസ് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തു. ആ ഗ്ലാസ് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അവളെടുത്ത് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, എന്റെ പൊന്നും കട്ടെ, ഇനി ഒന്ന് പുറത്തേക്ക് നോക്കിയാ ജേന്ന്. പുറത്തേക്ക് നോക്കിയപ്പോ വെട്ടിത്തിളങ്ങുന്ന ചുമരുകളും മതിലുകളും വസ്ത്രങ്ങളും ഉള്ള വീടിനെയാണ് അവള് കണ്ടത്. അവള് പറഞ്ഞു, എന്ത് വൃത്തിയില്ലേ ആ വീട് കാണാന്, എന്ത് രസാലേ അതിന്റെ മതില് പോലും. ആ അലക്കിയിട്ട ഡ്രസ്സൊക്കെ നോക്കി, പുതിയ ഡ്രസ്സ് പോലെ ഉണ്ടില്ലേന്ന്. അഴുക്ക് എവിടെയാ ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ടവരെ? അഴുക്ക് എവിടെയായിരുന്നു? അവരുടെ വീടിന്റെ ജനാലയിലായിരുന്നു അഴുക്ക്. ഇതാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓള് നന്നല്ല, ഓന് നന്നല്ല എന്ന് പറഞ്ഞ് അവനിലേക്കും വിരൽ ചൂണ്ടുമ്പോ ബാക്കി 4 വിരലുകളും ചൂണ്ടപ്പെടുന്നത് നമ്മളിലേക്കാ. ഞാൻ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം, ഇല്ലേ? ഞാൻ നന്നായാ മതിയെന്ന്, ഞാൻ എങ്ങനെയുണ്ട് എന്ന് ഞാൻ നോക്കിയാൽ മതി. ഓളെയും ഓനെയും നന്നാക്കാൻ നടക്കണ്ട. അപ്പൊ നമ്മളൊക്കെ കുറച്ചു നേരം നമ്മളിലേക്കൊന്ന് വരിക കേട്ടോ. എങ്ങനെയാ നന്നാവുക? എവിടുന്നാ നന്നാവുക? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നേരത്തെ പറഞ്ഞതുപോലെ മൃഗങ്ങള് 80% തലച്ചോറും കൊണ്ടാ ജനിക്കുക. മൃഗക്കുഞ്ഞുങ്ങളെ 80% തലച്ചോറിന്റെ വളർച്ച പൂർത്തിയായിട്ടുണ്ട്. ബാക്കി 20% അമ്മയോടൊപ്പം ഇങ്ങനെ സഹവസിക്കുന്ന സമയമാകുമ്പോഴത്തേന് പൂർത്തിയാവും. പിന്നെ ഒരു സ്വതന്ത്രരായി. പിന്നെ അമ്മയും കുട്ടികളും ഉണ്ടോ? കോഴിക്കുട്ടികൾ കുറെ കാലം കഴിഞ്ഞ് അമ്മനെ കാണുമ്പോ, ഹായ് അമ്മ, അസ്സലാമു അലൈക്കും എന്ന് പറയോ? അമ്മ നമസ്കാരം എന്ന് പറയോ?
ഇല്ല. പിന്നെ അമ്മയും കുട്ടികളും സഹോദരങ്ങളും ഒന്നും ഇല്ല മൃഗങ്ങൾക്ക്, ഇല്ലേ? പക്ഷെ നമ്മള് മനുഷ്യന്മാർ അങ്ങനെയല്ല. പക്ഷേ ഇങ്ങനെ പോയാൽ ഈ രൂപത്തില് ഇന്ന് നമ്മളെ നാട്ടില് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വിഷം പോലെ ഇങ്ങനെ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ചില തിയറികളുണ്ട്. ആ തിയറികൾ ഈ രൂപത്തിൽ സ്പ്രെഡ് ആവാൻ, ഈ രൂപത്തിൽ നമ്മുടെ മക്കൾക്കുള്ളിൽ നമ്മുടെ പുതുതലമുറയുടെ ചിന്തയെ കാർന്ന് തിന്നാൻ അനുവദിച്ചാൽ നാളെ നമ്മളെ പോരയിലും എന്തുണ്ടാവില്ല? വാപ്പയും ഉമ്മ ഉണ്ടാവില്ല, മക്കളും ഉമ്മ ഉണ്ടാവില്ല, സഹോദരങ്ങളും ഉണ്ടാവില്ല. ആർക്കും ആരെയും എവിടെയും എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം എന്ന സ്വാതന്ത്ര്യത്തിലേക്കാണ് നവ ലിബറൽ ചിന്താഗതി, പുതു സ്വതന്ത്ര ചിന്താഗതി നമ്മുടെ കുട്ടികളെ, നമ്മുടെ സമൂഹത്തെ, അടുത്തൊരു തലമുറയെ എത്തിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ജാഗ്രതയിലിരിക്കണം. ഇപ്പോഴേ നമ്മൾ ബന്ധം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മൈ ലൈഫ് മൈ ചോയ്സ് ആയിട്ട് നടക്കുക നമ്മളെ കുട്ടികള്, ഇല്ലേ? കല്യാണം കഴിക്കണ്ട, എല്ലാവർക്കും കല്യാണം കഴിക്കാണ്ട് സോളോ ലൈഫ്, സിംഗിൾ ലൈഫ്, മൈ ഏർണിങ്സ് ആൻഡ് മൈ എൻജോയ്മെന്റ്സ്. ഒറ്റക്ക് ഏൺ ചെയ്യാ, പഠിക്കുക. ആണും പെണ്ണൊക്കെ പഠിച്ച് ജോലിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കുടുംബം എന്ന ചിന്തയ്ക്ക് പകരം ആ കിട്ടുന്ന പൈസ കൊണ്ട് മാക്സിമം ലൈഫ് എക്സ്പ്ലോർ ചെയ്യാ. ഹൈ, നിങ്ങൾ ഈ വാക്കൊന്നും കേട്ടിട്ടില്ലേ? നിങ്ങളെ മൈ ലൈഫ് മൈ ചോയ്സ് കേട്ടിട്ടില്ലേ? ലൈഫ് എക്സ്പ്ലോർ ചെയ്യാ കേട്ടിട്ടില്ലേ? ലൈഫ് വൈബാക്ക കേട്ടിട്ടില്ലേ? വൈബോസ്കിങ് കേട്ടിട്ടില്ലേ? ഇതൊക്കെ അല്ലേ നമ്മളെ കുട്ടികളുടെ പുതിയ ടേംസ്. കഴിഞ്ഞ വെക്കേഷനെ ഏപ്രിൽ മെയ്യിൽ അൽഹംദുലില്ലാ ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹറമിൽ പോയ സമയത്ത് എനിക്ക് 3 ആൺകുട്ടികളാണേ. നമുക്കറിയാമല്ലോ, അത് 3 ചെറിയ ചെറിയ കുട്ടികൾ, 6ാം ക്ലാസ്, 5ാം ക്ലാസ്, UKG. അപ്പൊ നല്ല തരക്കേടില്ലാത്ത വികൃതിയും കുരുത്തക്കേടും കുറുമ്പും കുശുമ്പൊക്കെ ഉണ്ട്. അപ്പൊ ഒരു പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോവാണല്ലോ. അപ്പൊ ഇവരുടെ സഹായ സഹകരണങ്ങളൊക്കെ വേണം. അപ്പൊ ഞാൻ ഇവരെ 3 പേരെ ഇങ്ങനെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് എപ്പോഴും പ്രാർത്ഥനയായിട്ടിരിക്കണം, ഹറമിലേക്ക് പോകണം, പള്ളിയിലേക്ക് പോകണം, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, കച്ചറിയൊന്നും ഉണ്ടാക്കരുത്. ഉമ്മക്ക് നിങ്ങൾ സഹകരിക്കണം, ഉമ്മാനോട് സഹകരിക്കണം, നമുക്ക് ഒരുമിച്ച് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തപ്പോഴേ കൂട്ടത്തിൽ ഒരുത്തൻ ഇത്തിരി വിരുദ്ധനാ, നടുവിലുള്ളവന്. അല്ലെങ്കിൽ നടുവത്തെ കുട്ടികൾ അങ്ങനെയാ അല്ലേ, കുറച്ചൊരു വിരുദ്ധുണ്ടാവും. ഈ നടുവത്തോൻ എന്നോട് പറയണേ, ഉമ്മ നിങ്ങളൊരു ബേജാറും കരുതണ്ട കേട്ടോ, അതൊക്കെ നമുക്ക് വൈബോസ്കി ആക്കാന്ന്. അതൊക്കെ നമുക്ക് വൈബോസ്കി ആക്കാന്ന്. തമ്പുരാനെ, ആദ്യമായിട്ടാ വൈബ് മാറി വൈബോസ്കി ഞാൻ കേൾക്കണത്. വൈബ് കേട്ടിട്ടുണ്ട്, വൈബോസ്കി ആയി അത് പരിണമിച്ചു എന്നുള്ളത് മോൻ പറഞ്ഞപ്പോഴാ മനസ്സിലായത്. പല ടേംസും എങ്ങനെയാ, പല ടെർമിനോളജീസും അങ്ങനെയാ. ചിലപ്പോ സ്പെല്ലിങ് തെറ്റാതെ നമുക്ക് പറയാൻ പറ്റണമെങ്കിലേ ഒരു 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. അങ്ങനത്തെ ടേംസ്. കൊറിയൻ ലാംഗ്വേജ് അല്ലേ ഇപ്പൊ മക്കള് സംസാരിക്കുന്നേ. ഡോക്ടറെ നിങ്ങൾ കൊറിയനെ പറ്റിയൊന്നും പറയല്ലിട്ടോന്ന് ഒരിക്കലും ക്ലിനിക്കിൽ വന്നൊരു പെൺകുട്ടി പറഞ്ഞതാ. നിങ്ങളെ ക്ലാസ്സിലൊക്കെ സീരീസ് കാണരുത്, കൊറിയൻ സീരീസുകൾ കാണരുത്, അല്ലെങ്കിൽ മറ്റേ ഒരു മ്യൂസിക് ബാൻഡ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ പേരൊന്നും ഞാൻ അവിടെ പറയുന്നില്ല, അതൊന്നും കേൾക്കരുത് എന്നൊന്നും ഇനി പറയരുത് കേട്ടോന്ന് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോള് ക്ലിനിക്കിൽ വന്നിട്ട് പറഞ്ഞു. കാരണം എന്താണല്ലോ, ഓളമ്മ ഈ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഓള് കാണുന്ന എല്ലാ ചാനലുകളും ബ്ലോക്ക് ചെയ്യാണ് എന്ന്. ഓള് കാണുന്ന എല്ലാ ചാനലുകളും ബ്ലോക്ക് ചെയ്യാത്രേ. പ്രിയപ്പെട്ട മക്കള് മനസ്സിലാക്കണില്ല അല്ലെ. സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, കാലിഫോർണിയയിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ, മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് സാൻഫോർഡ് യൂണിവേഴ്സിറ്റി, കാലിഫോർണിയ. ഈ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ടാണ് മെഡിസിൻസ്, പുതിയ മരുന്നുകൾ കണ്ടെത്തപ്പെടുന്നത്. അതുപോലെ ഡോക്ടേഴ്സ് പുതിയ മെഡിസിൻസ് ഒക്കെ, പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ 1970 നടന്ന ഒരു പഠന റിപ്പോർട്ടുണ്ട്. 1970 നടന്നൊരു പഠനമാണ്. 40 വർഷങ്ങൾ കൊണ്ടാണ് ഈ പഠനം പൂർത്തിയാക്കിയത്. ഇത് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അന്ന് കുറച്ച് സൈക്കോളജിസ്റ്റുമാര്, കുറച്ച് ശാസ്ത്രജ്ഞന്മാര്, കുറച്ച് ഡോക്ടേഴ്സ് കുറച്ച് കുട്ടികളെ വിളിച്ചിട്ട് ഒരു പഠനം നടത്തുകയാണ്. പഠനത്തിന്റെ പേര് ഇങ്ങനെയാണ്, സാൻഫോർഡ് മാഷ്മെല്ലോ എക്സ്പെരിമെന്റ്. സാൻഫോർഡ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ പേര്. മാഷ്മെല്ലോ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അറിയുണ്ടാവും അല്ലേ. എന്താ മാഷ്മെല്ലോ? കുട്ടികൾക്കൊന്നുമല്ല, ഇപ്പൊ ഉമ്മാർക്കും അറിയും. കുട്ടിപള്ളിക്കാരെ, മാഷ്മെല്ലോ എന്താ അറിയില്ലേ? ഒരു കാൻഡി, ഒരു മിഠായി ആണ് അല്ലേ. അതായത് ആ സ്പോഞ്ച് പോലെയുള്ള, ഇങ്ങനെ നെക്കിയാൽ ഇങ്ങനെ ഞെങ്ങി പോണ സ്പോഞ്ച് പോലെയുള്ള ഒരു മിഠായി ഉണ്ടല്ലോ, നല്ല പിങ്ക് വൈറ്റ് കളറിലൊക്കെ ഉണ്ടാവും.
ഇതാണ് മാഷ്മല്ലോ. ഈ മിഠായിയെ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണമാണ്. ഒരു മിഠായി ഫ്രണ്ടിൽ വെച്ചിട്ട് കുറെ മിഠായികൾ മുൻപിൽ, എത്ര കുട്ടികളാണുള്ളത് അത്രയും കുട്ടികളുടെ മുൻപിൽ മിഠായി വെച്ചു കൊടുത്തു. എന്നിട്ട് എക്സ്പെരിമെന്റ് നടത്തുന്ന, പരീക്ഷണം നടത്തുന്ന ആള് ഈ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ഇത് കഴിക്കരുത്. ഇപ്പൊ കഴിക്കാത്ത കുട്ടികൾക്ക്, ഈ മിഠായി എടുത്ത് കഴിക്കാത്ത കുട്ടികൾക്ക് ഞാൻ ഇവിടുന്ന് പോയി തിരിച്ചു വരുമ്പോ 2 മിഠായി തരും. ഞാൻ പോയി തിരിച്ചു വരുമ്പോ 2 മിഠായി തരും. ഇപ്പൊ കഴിച്ചവർക്ക് മിഠായി ഇല്ല, 2 മിഠായി ഇല്ല. പക്ഷെ കഴിക്കാതെ ഞാൻ പോയി തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ 2 മിഠായി തരുമെന്ന് ഇങ്ങനെ പറഞ്ഞ് എക്സ്പെരിമെന്റ് നടത്തുന്ന സയന്റിസ്റ്റുമാരും സൈക്കോളജിസ്റ്റുമാരൊക്കെ അവിടെ നിന്ന് പോയി. പക്ഷെ അവിടെ ക്യാമറയുണ്ട്, ഈ മക്കൾ ഓരോരുത്തരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം. ചില കുട്ടികൾ എന്ത് ചെയ്തു, വേഗം ചെന്ന് ഒരൊറ്റ തീറ്റയാ, ആളവിടുന്ന് പോയ പാടെ എടുത്ത് കഴിച്ചു. ചില പിള്ളേര് മെല്ലെ പോയി അടുത്തെത്തി ഇങ്ങനെ വട്ടൊക്കെ കറങ്ങി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ചില കുട്ടികൾ എന്ത് ചെയ്തു, അടുത്തെത്തി നുള്ളി തിന്നാൻ തുടങ്ങി, ചെറിയ പിച്ചൊക്കെ എടുത്ത് ഇങ്ങനെ തിന്നാൻ തുടങ്ങി. ചില കുട്ടികള് അയാള് വരുന്നത് വരെ, ഈ ഡോക്ടർ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുകയും അവർ തിരിച്ചു വന്ന് 2 മിഠായി കൊടുത്ത് അത് വളരെ ഹാപ്പി ആയിട്ട് കഴിക്കുകയും ചെയ്തു. പഠനം അവിടെ തീർന്നിട്ടില്ല. ഈ കുട്ടികളെ, ഈ എക്സ്പെരിമെന്റിന്, ഈ പരീക്ഷണത്തിന് ഉപയോഗിച്ച ഈ മക്കളെ അവരുടെ ഭാവി ജീവിതം തുടർന്നുള്ള 40 വർഷക്കാലം നിരീക്ഷണം നടത്തുകയാണ്. 40 വർഷക്കാലം നിരീക്ഷണം നടത്തി അതിന്റെ പഠന റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഒട്ടും ക്ഷമയില്ലാതെ, ഒട്ടും ക്ഷമ കാണിക്കാതെ അപ്പ കിട്ടുന്ന സുഖത്തിന് വേണ്ടിയിട്ട്, ആ നിമിഷ നേരത്തുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ക്ഷമ നഷ്ടപ്പെട്ട് ആ മിഠായി കഴിച്ച കുട്ടികള് അവരുടെ ഭാവി ജീവിതത്തില് ഒട്ടും സക്സസ് അല്ലാത്ത ആളുകളാണ്. ഒട്ടും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. പഠന കാര്യങ്ങളിലായിക്കോട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, ഒന്നും അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, അവരിൽ പലരും ഡ്രഗ്സ് പോലെയുള്ള ലഹരി അബ്യൂസുകളിൽ, സബ്സ്റ്റൻസ് അബ്യൂസുകളിൽ, ഡ്രഗ്സ് പോലെയുള്ള ലഹരികളിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി നുള്ളി തിന്ന് കുറച്ചൊക്കെ ക്ഷമ പാലിച്ച ആളുകൾ കുറച്ചും കൂടെ ജീവിതത്തിൽ സക്സസ് ആയിട്ടുണ്ട്, കുറച്ചും കൂടെ ജീവിതത്തിൽ അവർക്ക് വിജയമൊക്കെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതും അവരുടെ കഴിവിനനുസരിച്ച് എത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ ക്ഷമയോടെ ആ മിഠായിലൊന്ന് തൊടുക പോലും ചെയ്യാതെ, ഈ നൈമിഷികമായ സുഖം എനിക്ക് വേണ്ട, കുറച്ചു നേരം കാത്തിരുന്നാല് എന്നും നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു സന്തോഷം എനിക്ക് വരാനുണ്ട്, ഇത് പറഞ്ഞ് കാത്തിരുന്ന കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളിൽ പലരും അവരുടെ ജീവിതത്തിൽ വളരെ സക്സസ് ആയിട്ടുണ്ട്, വളരെയധികം വിജയിച്ചിട്ടുണ്ടായിരുന്നു. പഠന കാര്യങ്ങളിലാണെങ്കിലും, ജോലി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും, കുടുംബ ജീവിതത്തിലാണെങ്കിലും എല്ലാം യാതൊരു ലഹരികളിലും പെട്ടുപോവാതെ വളരെ മനോഹരമായ ജീവിതം നയിച്ചിരുന്ന മനുഷ്യന്മാരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ലഹരി ഉപയോഗിക്കരുതെന്നും അഡിക്ഷനിലേക്ക് പോവരുതെന്നും ഇത്തരം വിഷം നിറഞ്ഞ ചിന്താഗതികളുടെ പിറകെ പോവരുതെന്നും നിരന്തരം ഇങ്ങനെ പറയുന്ന, അല്ലെങ്കിൽ അത് പറയുന്ന ആളുകളൊക്കെ എന്താ, ഔട്ട്ഡേറ്റഡ് അല്ലേ? എന്താണ്? കലാഹരണപ്പെട്ടു പോയോരാ, ഫാഷൻ ഇല്ലാത്ത ആളുകളാ, ഒന്നിനും പറ്റാത്ത ആളുകളാ, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളാ, പണ്ടത്തെ കാലത്ത് ജീവിക്കുന്ന ആളുകളാ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളല്ല പറയണത്. ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ ഒന്നായ സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠന റിപ്പോർട്ടാണ് പറയുന്നത്. നൈമിഷിക സുഖത്തിന് വേണ്ടിയിട്ട് തെറ്റിലേക്ക് പോവരുത് കേട്ടോ, അധാർമികതയിലേക്ക് നിങ്ങൾ പോവരുത് എന്ന്. അതിന് പുതിയ തലമുറയ്ക്ക് നമ്മൾ ധാർമ്മികത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ധാർമ്മികത അഭ്യസിക്കുന്നില്ല പുതുതലമുറ. അതുകൊണ്ടല്ലേ ഏൺ ചെയ്യാത്ത മെമ്പേഴ്സ് വേസ്റ്റ് അല്ലേ ഡോക്ടർ എന്ന് ചോദിച്ചത്? വീട്ടിലുള്ള ഏർണിങ്സ് ഇല്ലാത്ത, വരുമാനമില്ലാത്ത മനുഷ്യര്, പ്രായമായ വല്യുമ്മയും വല്യുപ്പയും വേസ്റ്റ് അല്ലേ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? യുക്തിവാദവും വ്യക്തിവാദവും നവലിബറൽ ചിന്താഗതിയും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് വാനരന്മാരുടെ വാലറ്റ് പോയി ഉണ്ടായ നരൻ എന്ന് പറയുന്ന ഹോമോസാപ്പിയൻസ് ആണ് നമ്മള്. കൊടുവള്ളിക്കാരെ മനസ്സിലായില്ലേ? വാനരന്മാരെന്ന് പറഞ്ഞാൽ കുരങ്ങന്മാരെ, മങ്കീസ്.
മങ്കീസിന്റെ വാലറ്റ് പോയാൽ എന്തായി? നരൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്, ഹോമോസാപ്പിയൻസ്, നമ്മൾ മനുഷ്യന്മാരെ. കുരങ്ങന്റെ വാലറ്റ് കണ്ട് നമ്മൾ ഉണ്ടായത് ആണോ? അങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് വാനരന്റെ വാലറ്റ് നരനായി മാറിയ ഹോമോസാപ്പിയൻസ് ആണ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യരെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ മനുഷ്യന്റെ ചിന്തയും ഈ മൃഗസഹജമായ അല്ലെങ്കിൽ അവരുടെ പൂർവിക സഹജമായ ചിന്തകളെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ധാർമ്മികതയുണ്ടാവണമെങ്കിൽ ആ ധാർമ്മികത ഉള്ളിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ. വല്യമ്മയും വല്യപ്പയുണ്ട്, ഓലെ സംരക്ഷിക്കണം. ചെറിയ കുട്ടികളുണ്ട്, ഓലെ സംരക്ഷിക്കണം. വിവാഹം എന്ന് പറയുന്ന കർമ്മം ആണും പെണ്ണും തമ്മിലുള്ളതാ. മനുഷ്യന്മാർ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. മറ്റൊരു രൂപത്തിലും ഒരു മെഡിക്കൽ സയൻസ് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും മാത്രമേ പ്രകൃതിപരമായി അട്രാക്ഷൻ തോന്നുള്ളൂന്ന്. അവിടെയല്ലേ ആദിലാനൂരൊക്കെ ഇങ്ങനെ ആഘോഷിക്കപ്പെടുക. ആദിലാനൂറിനെയും കേട്ടിട്ടില്ലേ? ഇയാളെ കേട്ടിട്ടില്ലേ നിങ്ങള്? എല്ലാവർക്കും അറിയാം ആരാന്നല്ലേ, അല്ലേ? ചിലരൊക്കെ ഓരോ സംരക്ഷിക്കുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്കൊക്കെ ഓലെയൊക്കെ അറിയാന്ന്. എല്ലാരും വീട്ടിലുണ്ട്, ഓരൊക്കെ വീട്ടിലല്ല, നമ്മളൊക്കെ വിരൽ തുമ്പിൽ തന്നെ ഉണ്ട്. എന്തിന്റെ പേരിൽ ആഘോഷിക്കണേ? പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചതിന്റെ പേരിലേ, അല്ലെങ്കിൽ ആണും ആണും കല്യാണം കഴിച്ചതിന്റെ പേരിൽ. പ്രിയപ്പെട്ടവരെ, മാനസിക രോഗാണ്യാളെ, മാനസിക രോഗ, സെക്ഷൽ ഡിസ്ഫോറിയ എന്നറിയപ്പെടുന്ന മെന്റൽ ഡിസീസ് ആണിത്. ഇത് രോഗമല്ല എന്ന് പറയും. എന്തിനെന്നറിയോ? രോഗമല്ല എന്ന് വരുത്തി തീർക്കും. എന്തിന്? വൻകിട വ്യവസായങ്ങൾ അവിടെ നടക്കണം. ഇതിൻ്റെയൊക്കെ പിറകില് ഈ ലിബറൽ ചിന്താഗതികള്, LGBTQ പോലെയുള്ള ഈ മഴവിൽ തിയറികളൊക്കെ നമ്മളെ കുട്ടികളുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് നിരന്തരമായി എല്ലാവരും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞാല് ഈ വ്യവസായങ്ങളൊക്കെ അതീവ ഭംഗിയിൽ അവർക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് വലിയ വലിയ അജണ്ടകൾ അതിൻ്റെയൊക്കെ പിറകിലുള്ളത്. അത് വിശ്വസിച്ചിട്ട് ഇതൊക്കെ ഉണ്ടോ അങ്ങനത്തെ ചിന്തയൊക്കെ തോന്നിയാൽ എന്താ നമ്മൾ കാട്ടുക, അല്ലേ? ഒരാൾക്ക് പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിനോട് തന്നെ ഇഷ്ടം തോന്നുക, അതിനിപ്പോ എന്താ? ഓല് ജീവിച്ചോട്ടെ. ആൺകുട്ടിക്ക് ആൺകുട്ടിനോട് ഇഷ്ടം തോന്നുക, അതിനിപ്പോ എന്താ? ഓര് ജീവിച്ചോട്ടെ. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു ജീനില്ല, അങ്ങനെ ഒരു ഹോർമോൺ ഇല്ല, അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. മെഡിക്കൽ സയൻസിന് പോലും അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു സെല്ല്, ഞാൻ ഇവിടുന്ന് പോയാൽ ഈ മൈക്കിൽ ഉണ്ടാവും എൻ്റെ ഒരു സെല്ല്, എൻ്റെ ഒരു കോശം. ഈ മൈക്കിൽ പറ്റി പിടിച്ചിരിക്കുന്ന എൻ്റെ ഒരു കോശം എടുത്ത് പരിശോധിച്ചാൽ അവിടെ വ്യക്തമാണ്. ഞാനിനി പാൻറ്റും കുപ്പായും ഇട്ട് മുടിയൊക്കെ വെട്ടി ആണായി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടും കാര്യമല്ല. എൻ്റെ പുറേ പോയി ഉമ്മാനോട് ഉമ്മ അപ്പ നാളെ മുതൽ നിന്നെ ഡാ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമുണ്ടോ? ഈ സെല്ലെടുത്ത് പരിശോധിച്ചാൽ മതി. ഹി ഓർ ഷീ എന്നത് അതിൽ വ്യക്തമാണ്, ആ കോശത്തിൽ വ്യക്തമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല പ്രിയപ്പെട്ടവരെ. പിന്നെ എന്താ? ഈ തോന്നലുണ്ടോന്ന് ചോദിച്ചാൽ തോന്നലുണ്ട്, ഇല്ലേ? തോന്നലുകളൊക്കെ പലതരത്തിലുള്ള തോന്നലുകളുണ്ട്. ഈ തോന്നൽ രോഗമാണ്. ആ രോഗത്തിനെ ചികിത്സിക്കണം. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള അവസ്ഥ, ശേഷി കൂടി മനുഷ്യന്മാർക്കുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ സ്വാഭാവികമായ ചിന്തകളെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കൂടി പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ലെങ്കിലോ അതിനെയാണ് നമ്മൾ അബ്നോർമാലിറ്റി, ഇറ്റ്സ് ഡിസീസ്, അതിന് നമ്മൾ രോഗം എന്ന് പറയും. അതിനെ ചികിത്സിക്കണം, അതിന് ചികിത്സയുമുണ്ട്. അല്ലാതെ ഇതൊരു നോർമൽ അവസ്ഥയല്ലേ? ആണും പെണ്ണും കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ആണും ആണും ജീവിച്ചോട്ടെ, പെണ്ണും പെണ്ണും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് അതിനെ സാധാരണവൽക്കരിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക, അമേരിക്കയിൽ ഒരു യൂണിയൻ ഉണ്ട്. അമേരിക്കയിലെ ഒരു അസോസിയേഷൻ ഉണ്ട്, കുറച്ച് ആണുങ്ങളുടെ. ഈ അസോസിയേഷനിലുള്ള ആണുങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഓർക്ക് ഏറ്റവും ഇഷ്ടേ, ഓർക്ക് ലൈംഗിക ബന്ധത്തിന് താല്പര്യം ചെറിയ കുട്ടികളാ. 10 വയസ്സിന് താഴെയുള്ള 8-7 വയസ്സിനൊക്കെ താഴെയുള്ള ചെറിയ കുട്ടികളില്ലേ, ഇങ്ങനത്തെ കുട്ടികളെ അവർക്ക് ഇഷ്ടം. ഓലൊരു അസോസിയേഷൻ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യണോ? അതിനെ നമ്മൾ അനുവാദം കൊടുക്കണോ? അതിനിപ്പോ എന്താ? സാധാരണയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുട്ടികൾ നമ്മൾ വിട്ടുകൊടുക്കണോ പ്രിയപ്പെട്ടവരെ? ചില ആളുകളുണ്ട്, ഉമ്മമാരോടായിരിക്കും, നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഉമ്മയില്ലേ, അമ്മ, ആ അമ്മയോടായിരിക്കും അവർക്ക് കാമം. അതിന് നമ്മൾ നോർമലൈസ് ചെയ്യണോ? ചില ആളുകൾക്ക് മൃഗങ്ങളോടായിരിക്കും ഇഷ്ടം, അതിന് നമ്മൾ നോർമലൈസ് ചെയ്യണോ?
പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. ഇത്തരത്തിലുള്ള നീചമായ വിചാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് കൂടി ഈ പടച്ചോൻ, ദൈവം, അല്ലെങ്കിൽ പ്രകൃതി, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന ആ ശക്തി മനുഷ്യന് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ അത് മനസ്സിലാക്കി മക്കൾക്കത് പറഞ്ഞു കൊടുക്കണം. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെ പറയുന്ന വീഡിയോസൊക്കെ ചിലപ്പോൾ എന്താകും, ബാൻഡാവും, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് അടിച്ചത് വരില്ല. ഈ കൂടിയ 100-400 ആളുകൾ മാത്രം അത് കേൾക്കുള്ളൂ. നമുക്ക് പകുതി മനസ്സിലാവും, പകുതി മനസ്സിലാവൂല. ഇല്ലേ പ്രിയപ്പെട്ടവരെ? മനസ്സിലാവണില്ലെങ്കിൽ പറയണട്ടാ. സാധാരണ കാസർഗോഡും തിരുവനന്തപുരത്തൊക്കെ ക്ലാസ്സിന് പോയാൽ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് തിരിയണില്ലെങ്കിൽ എന്നോട് പറയണമെന്ന്. കാരണം നൗഷാദൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭാഷയിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് ഒന്നെങ്കിൽ ഓൾക്ക് തിരിയും, അല്ലെങ്കിൽ ഓല് നട്ടം തിരിയുമെന്ന്. നിങ്ങൾ നട്ടം തിരിയണമെന്നില്ലല്ലോ. ഇല്ല, നമ്മളെ കുട്ടികളുടെ ടേംസ് ആൻഡ് ടെർമിനോളജീസ് മാത്രമേ ഡോക്ടർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മളെ കുട്ടികൾ എപ്പോഴും പറയുന്ന ഭാഷ, നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യങ്ങള്. ചിലർ പറയും ദേഷ്യമാണ് ഭയങ്കര എന്ന്. ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? ദേഷ്യത്തിനെ നിയന്ത്രിക്കാൻ പറ്റൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, മൂപ്പരോട് ഇങ്ങനെ കൊലകൊമ്പത്തരം കാണിച്ച് ദേഷ്യം പിടിക്കുമ്പോ, അല്ലെങ്കിൽ മൂപ്പത്തിയാരോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിക്കാം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ മുമ്പിൽ വന്ന് ഇതേ കാര്യം പറഞ്ഞു, ദേഷ്യം പിടിക്കുവോ? ബുദ്ധിയുള്ളവർ ദേഷ്യം പിടിക്കുവോ? ഇല്ല അല്ലേ? പുതിയണ്ണനോട് അല്ലെങ്കിൽ പുതിയാപ്പിളിനോട് ദേഷ്യം പിടിച്ച അതേ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ നമ്മളെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന മറ്റൊരു മനുഷ്യനോ വന്ന് പറയുമ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കൂല. ദാറ്റ് മീൻസ് നമുക്കതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിചാരങ്ങളെയും മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാതെ പോണത് എപ്പോഴാണെന്നറിയോ? ഇതിനൊക്കെ നമ്മൾ സാധാരണവൽക്കരിക്കുമ്പോഴാണ്. അതുകൊണ്ട് മക്കളുടെ ഇത്തരം ചിന്തകൾ, ഇത്തരം ഇസങ്ങൾ, കല്യാണേ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവസാനം ആണും പെണ്ണുവാ. പെൺകുട്ടിയാണ് കൗമാരപ്രായമാകുമ്പോഴത്തേന് 10 വയസ്സ് കഴിയുമ്പോഴത്തേന് ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവും. ദാറ്റ് ഇസ് സെക്ഷൽ ഹോർമോൺ. വൈകാരികമായ മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാവും. ആൺകുട്ടിയുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവും. ഇതിന്റെ അളവിൽ മാറ്റം വരും. അവനും ഉണ്ടാവും സെക്ഷൽ നീഡ്സ്. ഇത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടേ മറ്റു പല മാർഗങ്ങളും തേടി പോവേണ്ട അവസ്ഥ വരും. സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസോർഡേഴ്സ് എന്നറിയപ്പെടുന്ന അതീവ അറപ്പ് തോന്നിക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഇത്തരം ട്രാൻസ്മിറ്റിംഗ് കണ്ടാജിയസ് ആയിട്ടുള്ള രോഗങ്ങളിലേക്ക് വഴിതെളിക്കും. ഇതൊക്കെ ആദ്യം അറിയണം, നമ്മൾ അറിയണം, മാതാപിതാക്കൾ അറിയണം. കുഞ്ഞു പ്രായം മുതലേ മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം. കുട്ടികൾ എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ തന്നെ അവിടുന്ന് ഇജാതി ക്വസ്റ്റ്യനും കൊണ്ട് വരാതെ എന്ന് പറഞ്ഞ് ആട്ടി വിടുകയല്ല. 6 വയസ്സായി കുട്ടി മുതൽ സംശയങ്ങൾ ചോദിക്കും. ഉമ്മ അങ്ങനെ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങള്, ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് അതിന് ഉത്തരം നൽകത്തക്ക രൂപത്തിൽ മാതാപിതാക്കൾ പ്രാപ്തരാവേണ്ടതുണ്ട്. എന്തെല്ലാമൊക്കെയാണ് സൊസൈറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അറിയേണ്ടതുണ്ട്. ഇനി ഇങ്ങനെ എല്ലാ മക്കൾ വഴിപിഴച്ച് പോവാതിരിക്കണമെങ്കിൽ നാം മാതൃക കാണിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു കൊടുത്താ പോരാ, ഉമ്മ പറയണതൊന്നും ചെയ്യണതൊന്നും ഇല്ലേ? മൊബൈൽ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടേ ഒരു കുട്ടിയെ ക്ലിനിക്കിൽ കൊണ്ടുവന്നോ. ഈ മൊബൈൽ അഡിക്ഷൻ വല്ലാത്തൊരു വിഷയമാണല്ലോ. ഇത് മാറ്റാൻ വേണ്ടി ക്ലിനിക്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കൗൺസിലിംഗ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ കുട്ടി പറയണേ, വാപ്പ മൊബൈൽ ഉപയോഗിച്ചിട്ട് എന്നെ നന്നായിട്ട് അടിക്കലുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു. ഞാൻ അടിക്കോ? സാരല്ല, ഉപ്പയല്ലേ, അത് മോനങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്ക്, ഉപ്പയല്ലേ. അപ്പൊ കുട്ടി പറയാ, അതിന് ഡോക്ടറെ കൈയോണ്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ വേദന കുറച്ചേ ഉണ്ടാവുള്ളൂ, ഉപ്പ അടിക്കല് മൊബൈലോണ്ടാണ്. ഉപ്പ അടിക്കല് മൊബൈലോണ്ടാണ്. കുട്ടിയോട് മൊബൈൽ ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞ് ഒരു പക്ഷേ അടിക്കേണ്ട വിധത്തിൽ അവൻ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ സമയം പോലും വാപ്പാന്റെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വെക്കണില്ല എന്നർത്ഥം. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആവാൻ പാടില്ല. മൊബൈൽ ഉപയോഗിക്കരുത്, സ്ക്രീൻ ടൈം കുറക്കണം, അത് ഷോർട്ട് ടേം മെമ്മറി ആക്കി മാറ്റും എന്ന മെഡിക്കൽ സയൻസിന്റെ പഠന റിപ്പോർട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉമ്മയും വാപ്പയും ക്വാളിറ്റി ടൈമിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഉമ്മയും വാപ്പയും തമ്മിലുള്ള വഴക്കന്നെ എന്താ? ഫോണല്ലേ. നിങ്ങൾ ആലോചിച്ചോക്കി, പണ്ടൊക്കെ തെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലേ, അധാർമികമായ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമായിരുന്നു, അല്ലെങ്കിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണമായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യാൻ പറ്റിയ അവസരം എവിടെയാ? വീട്ടില്, റൂമിന്റെ ഉള്ളില്. ഞാനും എന്റെ മൊബൈൽ ഫോണും ഒറ്റയ്ക്ക്, അല്ലെ? ഞാനും എന്റെ മൊബൈൽ ഫോണും ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ അവൈലബിൾ ആയ എല്ലാ തെറ്റുകളും,
എല്ലാ അധാർമികതകളും അതിൻ്റെ ഉള്ളിൽ നടക്കുമെന്ന്. അതുകൊണ്ട് എല്ലാ ദാമ്പത്യ ബന്ധങ്ങളുടെയും 90% കാരണം എന്തെന്നറിയോ? ഈ മൊബൈൽ ഫോണാ. മൊബൈലിനോടാണോ അനക്കിഷ്ടം, ഇന്നോടാണോ അനക്കിഷ്ടം എന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? കൊടുവള്ളിക്കാരെ ഇന്ന് പോരെ ചെന്നിട്ട് മൂപ്പരോട് ചോദിക്ക, അല്ല കാക്ക നിങ്ങൾക്ക് മൊബൈലിനോടാണോ സ്നേഹം, ഇന്നോടാണോ സ്നേഹം എന്ന് എന്തേ കാര്യം മൂപ്പര് പറയാ? മൊബൈലിലെ മൊബൈലിനോടാ ഇഷ്ടം. മൊബൈൽ മുറുക്കെ പിടിച്ചിട്ടായിരിക്കും പറയാ, ഇല്ലേ? നമ്മള് ശ്രദ്ധിക്കണം. മൊബൈൽ ഫോണിന് ഞാൻ കുടുംബം കലക്കാൻ വന്നതല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ, കൂട്ടി യോജിപ്പിക്കാൻ വന്നതാണ്. മൊബൈൽ എന്ന് പറഞ്ഞ സാധനത്തിന് എന്തിനാ ലോക്ക്? ഇതിനെന്തിനാ ലോക്ക് ഇടുന്നത്? എന്തിനാ? കുട്ടികൾ എടുക്കാണ്ടിരിക്കാന് അല്ലേ? അപ്പൊ കുട്ടികളില് ഓളും പെടുവോ? കുട്ടികളിൽ ഓള് പെടുവോന്ന്? ഓന്റെ ഓള് കുട്ടികളിൽ പെടുവോ? അപ്പൊ ലോക്ക് ഓക്ക് അറിയണ്ടേ? അപ്പൊ ഓക്കറിയാത്ത ലോക്ക് മൂപ്പരിടുന്നത് എന്തിനാ? അല്ല, ഒരു പാലാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോണല്ലോ. ഓനറിയാത്ത ലോക്ക് ഓള് ഇടലുണ്ട്, ഇല്ലേ? ഓക്കറിയാത്ത ലോക്ക് ഓനോടും, ഓനറിയാത്ത ലോക്ക് ഓളിടും. ഇതെന്തിനുണ്ട് ആളെ? ഓള് കാണാൻ പറ്റാത്ത എന്തോ അതിൻ്റെ ഉള്ളിലുണ്ട്, അല്ലെ ഓൻ കാണാൻ പറ്റാത്ത എന്തോ അതിൻ്റെ ഉള്ളിലുണ്ട്. ആരെയാ പറ്റിക്കണത്? ആരെയാ പറ്റിക്കണത് പ്രിയപ്പെട്ടവരെ? വസ്ത്രത്തിനോട് ഉപമിക്കപ്പെട്ട രണ്ടുപേരെ, പരസ്പരം വസ്ത്രത്തിനോട് ഉപമിക്കപ്പെട്ട രണ്ടുപേരാ ഇങ്ങനെ കിടന്ന് പറ്റിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, മക്കൾക്ക് എന്ത് മാതൃക കാണിച്ചു കൊടുക്കും? അല്ലെങ്കിൽ തന്നെ കുട്ടിക്ക് കെട്ടണ്ട, അല്ലെങ്കിൽ തന്നെ ആണും കെട്ടുക, അല്ലെങ്കിൽ തന്നെ പെണ്ണും കെട്ടുക, അല്ലെങ്കിൽ തന്നെ LSD MDMA സിന്തറ്റിക് നോൺ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച് നടക്കുക. നമ്മൾ കുട്ടിന്റെ കണ്ണ് ചോപ്പുണ്ടോ, കുട്ടി കറങ്ങി നടക്കുന്നുണ്ടോ, കുട്ടിക്ക് ഉറക്കം കൂടുതലുണ്ടോ എന്ന് നോക്കി നടക്കും. പ്രിയപ്പെട്ടവരെ, അതൊക്കെ പണ്ടായിരുന്നു. അതൊക്കെ പണ്ടത്തെ നോൺ സിന്തറ്റിക് ഡ്രഗ്സിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ മാത്രം. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഇല്ലേ, കെമിക്കലി ഉണ്ടാക്കിയെടുക്കുന്ന പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഹൈ ടോക്സിസിറ്റി, ഹൈലി ന്യൂറോ ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ലഹരികള്, ഇതിന് കണ്ണൊന്നും ചോക്കൂല്ലാന്ന്. ഇനി കുട്ടിന്റെ വായ മണക്കുമെന്ന് നോക്കി നടക്കണ്ട. ചില ഉമ്മാര് പറയും, ഞാൻ എൻ്റെ കുട്ടീനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും ഡോക്ടറെ, ഓന്റെ വായ മണക്കാനെന്ന്. ഓന്റെ വായ എന്തെങ്കിലും മണക്കുന്നുണ്ടോ എന്ന് അറിയാന്. ചില ഉമ്മമാര് പറയും, ഓന്റെ വായ ചോക്ലേറ്റ് മാത്രമേ മണക്കലുള്ളൂ എന്ന്, ഓന്റെ വായ അല്ലെങ്കിൽ പൈനാപ്പിൾ മാത്രമേ മണക്കലുള്ളൂ എന്ന്. സീസണൽ ഫ്രൂട്ട്സിന്റെ ഫ്ലേവറിലും ഫ്രാഗ്രൻസിലും ഉള്ള ഡ്രഗ്സ് അവൈലബിൾ ആ പ്രിയപ്പെട്ടവരെ. നമ്മളെ കുട്ടികൾ പെട്ടു പോവല്ലേ ഇതിലൊക്കെ. ഇതൊക്കെയാണ് പുറത്ത് അവരെ മാടി വിളിക്കണത്. ഇങ്ങോട്ട് വാ, ഇവിടെ രസമുണ്ട്, ഇവിടെ സുഖമുണ്ട്, ഡോക്ടറെ ഇത് ചുണ്ടിന്റെ താഴെ വെച്ച് അങ്ങക്ക് സ്വർഗം കാണാൻ പറ്റുന്ന 6ാം ക്ലാസ് പഠിക്കുന്ന മോൻ എന്നോട് പറഞ്ഞത്. 6ാം ക്ലാസ്സേ, മോന്റെ പ്രായം ആലോചിച്ചൊക്കെ നിങ്ങള്. 4ാം ക്ലാസ് തുടങ്ങിയിത്രേ. ഹാൻഡ്സ് അല്ല കേട്ടോ, അതിന്റെ അഡ്വാൻസ്ഡ് വേർഷനായ കൂള് ഉപയോഗിക്കാൻ തുടങ്ങിയത് 4ാം ക്ലാസ്സിൽ നിന്നാണ്. 2 വർഷമായിട്ടോ സ്വർഗത്തിലാ. ഏത് സ്വർഗത്തില്? നൈമിഷികമായ സ്വർഗം. നേരത്തെ പറഞ്ഞതുപോലെ മാഷ്മല്ലോ ഉടനെ കഴിച്ചാൽ കിട്ടിയത് നൈമിഷികമായ സുഖ. കുറച്ചു നേരം കാത്തിരിക്കുമ്പോ കിട്ടുന്നത് എന്താണെന്നറിയോ? ജീവിതകാലം മുഴുവൻ ആസ്വദിക്കാനുള്ള സുഖ. ഈ സുഖം, ഈ സ്വർഗം ആസ്വദിക്കാൻ മക്കളെ പുറത്തുനിന്ന് മാടി വിളിക്കുകയാണ്. അപ്പോഴാണ് വീട്ടില് അമ്മയും അച്ഛനും ഉമ്മയും ഉപ്പയും തമ്മിൽ കീരിയും പാമ്പും കണ്ട പോലെയാ. കീരിയും പാമ്പുപോയി. നിലമ്പൂരുള്ള കീരിയും പാമ്പും എന്നല്ല കൊടുവള്ളിയിലുള്ളത് അല്ലേ? ഒരു തല്ലന്നെയല്ലേ കൂടുക. കീരിയും പാമ്പും പരസ്പരം കാണുമ്പോ അല്ലേ കടിച്ചു കീറാനുള്ള ദേഷ്യം അല്ലെ? ഇങ്ങനെയുള്ള ഉമ്മയും ഉപ്പയുള്ള വീട്ടിൽ നിന്ന് എങ്ങനെയാ മക്കള് വഴിപിഴച്ച് പോകാണ്ടിരിക്കുക? കാരണം എന്താണെന്നറിയോ? സ്വസ്ഥത ഇല്ല, സമാധാനം ഇല്ല, സന്തോഷമില്ല, സ്വർഗമില്ല. അപ്പൊ പുറത്തുള്ള സ്വർഗത്തിലേക്ക് പോയേക്കാം. അതുകൊണ്ട് ഉപദേശിക്കുന്നതിന്റെ മുമ്പേ, ഗുണദോഷിക്കുന്നതിന്റെ മുമ്പേ, മക്കളെ നേർവഴി കാണിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പേ ഉത്തമ മാതൃക കൂടി കാണിക്കാൻ ശ്രമിക്കുക. ഉത്തമ മാതൃക കാണിക്കുന്ന മാതാപിതാക്കളാവണം. നിങ്ങൾക്ക് എന്ത് അവകാശ ഇത് പറയാനുള്ളതെന്ന് ചോദിക്കുന്ന അമ്മയും അച്ഛനുമായി തീരാൻ പാടില്ലേ നമ്മള്? മക്കള് പറയണം, എന്താ കല്യാണം കഴിച്ച പ്രശ്നം? എൻ്റെ ഉമ്മയും വാപ്പയും കണ്ടില്ലേ എന്തൊരു സ്നേഹ അല്ലേ? എൻ്റെ അമ്മയും അച്ഛനും കണ്ടില്ലേ എന്തോരം സ്നേഹം അവര് തമ്മില്. അമ്മയ്ക്ക് എന്തെങ്കിലും വരുമ്പോഴത്തേന് അച്ഛനുണ്ടാവും കൂടെ, അച്ഛൻ എന്തെങ്കിലും വരുമ്പോഴത്തേന് അമ്മയുണ്ടാവും കൂടെ. അവര് പരസ്പരം താങ്ങും തണലും കൂടും കൂട്ടുമായി ജീവിക്കുന്ന കണ്ടില്ലേ? അതുകൊണ്ട് എനിക്കും കല്യാണം കഴിക്കണം, എനിക്കും ധാർമ്മികമായ ഒരു ജീവിതം നയിക്കേണ്ടതുണ്ട്. അധാർമികതയിലേക്ക് പോവണ്ട, തെറ്റിലേക്ക് പോവണ്ട.
മനസ്സിനും ശരീരത്തിനും ചിന്തകൾക്കും എല്ലാം ഹാനികരമായ ഒരു ഇസങ്ങളിലേക്കും എനിക്ക് പോവണ്ട എന്ന് മക്കള് പറയണമെങ്കിലേ പൊരേല് കാണിച്ചു കൊടുക്കണം. അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഓനും ഓളും നന്നാവണം. എങ്ങനെയാ ഓള് നന്നാവുക, എങ്ങനെയാ ഓന് നന്നാവുക? എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നന്നാക്കുക. പടച്ചോൻ എനിക്ക് ജന്മം നൽകി, എൻ്റെ ഈശ്വരനാണ് എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചത്, അല്ലെങ്കിൽ ആ ശക്തിയാണ് അല്ലെങ്കിൽ പ്രകൃതിയാണ് എന്നെ ഭൂമിയിൽ എന്നെ ജനിപ്പിച്ചത് എങ്കിൽ ആ ജന്മം തന്നെയാണ് എൻ്റെ ആദ്യത്തെ ബാധ്യത. ഞാൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഉമ്മാന്റെയും വാപ്പാന്റെയും മകനായി ജനിച്ചവളാ. എൻ്റെ ആദ്യത്തെ ബാധ്യതയാണ് എൻ്റെ മാതാപിതാക്കളുടെ ഏറ്റവും നല്ല മകനാവുക, ഏറ്റവും നല്ല മകളായി തീരുക. കഴിഞ്ഞ ദിവസം ഒരാളുടെ അനുഭവം കേട്ടതാണ്. അമ്മേനെ ചികിത്സിക്കാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. ചികിത്സയൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജിന്റെ സമയമായപ്പോ ഉമ്മാനെ കൊണ്ടുപോകാൻ ആരുമില്ല. ഡിസ്ചാർജായി പോണല്ലോ, ഡിസ്ചാർജ് ആക്കാനും പൈസ അടക്കാനും കൊണ്ടുപോകാനും ആരുമില്ല. അവസാനം ഹോസ്പിറ്റൽ അധികൃതർ എന്ത് ചെയ്തു? അമ്മേനെ കൊണ്ടുപോയി ഒരു തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ഉമ്മയോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മക്കളെയൊക്കെ വിളിച്ചു വരുത്തിയപ്പോ 4 കുട്ടികളുണ്ട്. 4 മക്കൾ, അച്ഛനില്ല. ഈ 4 മക്കളെ അമ്മയാ വളർത്തി വലുതാക്കിയത്. മൂത്ത മോൻ പറഞ്ഞു, ഉമ്മാനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ, കാരണം മോൻ SSLCക്ക് പഠിക്കാണ് എന്ന്. മൂത്തോനെ 10ാം ക്ലാസ് പഠിക്കണ മോനുള്ളോണ്ട് ഈ ഉമ്മാനെ ഒരേ കൊണ്ടുപോകാൻ പറ്റൂല, ഓന്റെ പഠിത്തം കൊള്ളാവൂന്ന്. ആലോചിച്ചോക്കി, മോന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അല്ലേ? കുട്ടിക്ക് അക്ഷരാഭ്യാസം ലഭിക്കാനുള്ള, പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി ഉന്നത നിലയിൽ എത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഓന്റെ വല്യമ്മാനെ, പ്രായമായ ഉമ്മാനെ ഒരാളുടെ സഹായമില്ലാതെ, പരസഹായമില്ലാതെ ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ആ പാവം പിടിച്ച ആ പെണ്ണില്ലേ, അതിനെ വീട്ടിൽ കയറ്റാതെ മകന് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം ഉമ്മയും വാപ്പയും. കുട്ടി കാണുന്നത് എന്താ പ്രിയപ്പെട്ടവരെ? ഓൻ പഠിക്കും, 10ാം ക്ലാസ് ഫുൾ A+ ഒക്കെ വാങ്ങും, +1 +2 ഫുൾ A+ വാങ്ങും, എൻട്രൻസ് എഴുതി ഡോക്ടറും ആകും. നാളെ ഈ വാപ്പയും ഉമ്മയും വയ്യാതെ കിടക്കുമ്പോ അവന്റെ ഹോസ്പിറ്റലിൽ നിന്നേ മണി ഓർഡർ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തു കൊടുക്കും. എന്ത്? ഉമ്മാനെ നോക്കാനുള്ള ഹോം നേഴ്സിന്, അല്ലെങ്കിൽ വാപ്പാനെ നോക്കാനുള്ള ഹോം നേഴ്സിന്. പഴുത്തില ചാടുന്നത് കണ്ട് പച്ചില സന്തോഷിക്കേണ്ട പ്രിയപ്പെട്ടവരെ. പഴുത്തില ഞെട്ടറ്റ് വീഴുന്നത് കണ്ട് പച്ചില സന്തോഷിക്കേണ്ടതില്ല. ഒരിക്കൽ ഈ പഴുത്തിലയും പച്ചിലയായിരുന്നു. ഞാനും ഒരിക്കൽ പഴുക്കുക തന്നെ ചെയ്യും. കാലം തന്നെയാണ് സത്യം. ഞാൻ എന്താണോ ചെയ്യുന്നത് അതേ എനിക്ക് തിരിച്ചു തരികയുള്ളൂ. രണ്ടാമത്തെ മോൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനും എൻ്റെ ഭാര്യയും ജോലിക്കാരാ, ഞങ്ങൾക്ക് ജോലി ഉണ്ടേ, ജീവിക്കണമെങ്കിൽ 2 ആളും ജോലി ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ഉമ്മാനെ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന്. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ, ഗവൺമെന്റ് ജോലി ലഭിക്കുന്ന തരത്തിൽ ആ കുഞ്ഞിനെ പ്രാപ്തനാക്കിയ, ഒടുവിൽ ഒരു ജോലിക്കാരിയെ കൊണ്ട് തന്നെ എൻ്റെ മകൻ കല്യാണം കഴിക്കണം, അവൻ്റെ ജീവിതം എന്തുകൊണ്ടും ഏതുകൊണ്ടും അവന് എല്ലാ തരത്തിലും സംതൃപ്തനാവണമെന്ന് ആഗ്രഹിച്ച് നിർബന്ധം പിടിച്ച് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആ ഉമ്മാനെ ഒരിക്കലും വേണ്ടാന്ന്. ഞങ്ങൾ 2 പേരും ജോലിക്കാരാ, ഉമ്മാനെ വേണ്ടാന്ന്. പ്രിയപ്പെട്ടവരെ, ബാക്കി വരുന്ന 2 കുഞ്ഞുങ്ങളും ഇതുപോലെയുള്ള കാരണങ്ങൾ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഉമ്മാനെ കൊണ്ടുപോകാൻ തയ്യാറായില്ല. അവസാനം എന്താ സംഭവിച്ചെന്നറിയോ? ഉമ്മന്റെ അടുത്ത് കുറച്ച് സ്വത്തുണ്ട്, കുറച്ച് സമ്പത്തുണ്ട്, ഇത് 4 ആൾക്കും അങ്ങോട്ട് വീതിച്ച് തരാന്ന് പറഞ്ഞു. 4 പേർക്കും വിഹിതം വെച്ച് തരാം, ഓഹരി വെച്ച് തരാന്ന് ഉമ്മ പറഞ്ഞപ്പോഴും എന്നാ പിന്നെ നോക്കാം, 10ാം ക്ലാസ് അല്ലേ, ഓൻ ആ റൂമിൽ കുറ്റിട്ടിരുന്നോളൂന്ന്. നേരത്തെ കുറ്റില്ലേ ഇനി ആ ഡോറിന്? ഇല്ലേനെ അയാളെ ആരോടാ ചോദിക്കേണ്ടതെന്നറിയോ? എൻ്റെ മനസാക്ഷിനോടാ ഞാൻ ചോദിക്കണ്ടേ. നേരത്തെ ഇല്ലേനോ ആ ഡോറിന് കുറ്റീന്ന്. അപ്പൊ ഓള് പറയാ, ഇടക്ക് എന്ത് ചെയ്യാ, ഒരു ദിവസം ഞാൻ ലീവ് എടുക്കുമ്പോ അടുത്ത ദിവസം മൂപ്പര് ലീവ് എടുത്തോളുന്ന്. എന്തേ? നേരത്തെ ഗവൺമെന്റ് ലീവ് കൊടുത്തിട്ടില്ലായിരുന്നാ? നേരത്തെ ഇല്ലായിരുന്നാ കാഷ്വൽ ലീവ്? പ്രിയപ്പെട്ടവരെ, നമ്മളെ മനസാക്ഷിനോടാ ചോദിക്കേണ്ടത്. എത്ര വലിയ ഡോക്ടറായിട്ടും കാര്യമില്ല കേട്ടോ, എത്ര വലിയ എഞ്ചിനീയർ ആയിട്ടും കാര്യമില്ല, എത്ര വലിയ സോഷ്യൽ വർക്കർ ആയിട്ടും കാര്യമില്ല, എത്ര വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടും കാര്യമില്ല, ഇനി കലക്ടറോ മന്ത്രിയോ ആയിട്ടും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, പ്രായമായ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടെങ്കിൽ ഒന്നും വേണ്ട, പ്രായമായ ഒരു മനുഷ്യനാണ് എങ്കിൽ
പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ പ്രവാചകരുടെ അരികിലേക്ക് വരിക. എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പ്രായമായ വാപ്പയാണ്. അരികിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പ്രവാചകർ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇത്ര പ്രായമായി മനുഷ്യൻ എന്തിനാ എൻ്റെ അരികിലേക്ക് വന്നത്? എന്തിനാണ് ഈ ഉപ്പ എൻ്റെ അരികിലേക്ക് വന്നത്? ഞാൻ അവിടെ ചെന്ന് കാണുമായിരുന്നല്ലോ എന്ന്, ഞാൻ അവിടെ ചെന്ന് കാണുമായിരുന്നല്ലോ എന്ന്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ള മാതൃക. പ്രായമായ മനുഷ്യരാണോ, ഉമ്മയും ഉപ്പയുമാണോ, നമ്മുടെ ബാധ്യതയാണ്. നിങ്ങൾ ആലോചിച്ചോക്ക്, തീരുവോ ആ ബാധ്യത? എത്ര പ്രായമായി കഴിഞ്ഞാൽ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടോ? ഉപദേശങ്ങളുടെ ഗുണദോഷങ്ങളുടെ ഭാണ്ഡക്കെട്ട് നമുക്ക് മുമ്പിൽ ഇറക്കി വെക്കും. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുക. നേരത്തെ കിടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ, നേരത്തെ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ, എന്നും കുളിച്ചിട്ടില്ലെങ്കിൽ, നഖം മുറിച്ചിട്ടില്ലെങ്കിൽ, പഠിച്ചിട്ടില്ലെങ്കിൽ, സ്ക്രീൻ ടൈം കൂടിയാൽ, മൊബൈലിൽ ഗെയിം കളിച്ചാൽ, എല്ലാത്തിനും പരാതിയും പരിഭവം പറയണ ഒരേ ഒരു വിഭാഗം ആരാ മക്കളെ? ചങ്കോ? ഹൈ, ചങ്കൊന്നും ഈ വിഷയത്തിൽ ഇടപെടുന്നല്ല. ചങ്കിന്റെ പണി എന്താ? എടി ഞാൻ സെറ്റായി, അന്നെ സെറ്റാക്കി തരാന്ന് പറയും. എടി ഞാൻ ഇന്നലെ ഡേറ്റ് ചെയ്തു, അനക്ക് ഡേറ്റിംഗ് ഒന്നും വേണ്ടേ? ഡേറ്റ് ചെയ്യാൻ പോവാ, കോഴിക്കോട് ഇന്ന ഹോട്ടൽ റൂം ഉണ്ട്, അങ്ങോട്ട് പോയാ മതി. ഇതല്ലേ ചങ്കിന്റെ പണി? ഇല്ലേ? ഒരു കുട്ടി വന്ന് പറഞ്ഞതാ, ക്ലാസ്സിൽ 28 കുട്ടികളും സെറ്റായി ഡോക്ടറെ, ഞാൻ മാത്രം സെറ്റായില്ല, ഡിപ്രഷൻ ആണ് എന്ന്. സെറ്റാവാത്തിന്റെ പേരിലേ ഓൾ അറിയുന്നുണ്ടോ സെറ്റാവുക എന്ന് പറഞ്ഞാൽ ഒരു ട്രാപ്പാണ് എന്ന്? സെറ്റാവാന്ന് പറഞ്ഞ ഒരു ട്രാപ്പാ, ഇറ്റ്സ് എ ഫാന്റസി. ലവ് അഫെയർ പ്രേമിക്കണ്ടെന്നൊന്നും അല്ലട്ടോ പറഞ്ഞു. ഡോക്ടർ ബൂർഷ ഡോക്ടറായിട്ട് പറയുന്നല്ല പ്രിയപ്പെട്ടവരെ, ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നത് തന്നെയാ. പക്ഷേ 19-നും 23 വയസ്സിനും ഇടയിൽ മാത്രമേ ഫ്രണ്ടൽ ലോബ് പൂർണ്ണ വളർച്ച എത്തുള്ളൂ. തലച്ചോറിന്റെ ഫ്രണ്ടൽ ലോബേ, ഈ ഫ്രണ്ടൽ ലോബ് പൂർണ്ണ വളർച്ച എത്തിയാൽ മാത്രമേ യുക്തിസഹജമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിയിലേക്ക് മനുഷ്യൻ എത്തുള്ളൂ. 6ാം ക്ലാസ്സിന് ഇത് വളർന്നിട്ടില്ല. 7-നും 8-നും 9-നും 10-നും +1-നും +2-നും വളർന്നിട്ടില്ല. അത് വളരാത്തോടത്തോളം ഒരുപക്ഷെ കണ്ടുപിടിക്കുന്ന ചെക്കൻ അല്ലെങ്കിൽ ഓള് ചിലപ്പോൾ MDMA ഉപയോഗിക്കും, LSD ഉപയോഗിക്കും, കള്ളുടിക്കും, മറ്റു പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ പിറകെ പോകുന്നുണ്ടാവും. ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പെൺകുട്ടികളും ആൺകുട്ടികളും എത്തും. കള്ളുടിയല്ലേ, അതൊക്കെ ഡോക്ടറെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മാറ്റിയെടുത്തോളാന്ന് പ്രേമിക്കുന്ന ഒരുത്തി പറയാ. പ്രേമിച്ചൊരുത്തി പറയാണ്, ഉമ്മയും വാപ്പയും ക്ലിനിക്ക് കൊണ്ടുവന്നപ്പോഴേ കള്ളുടിയല്ലോ ഡോക്ടറെ, അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മാറ്റിയെടുത്തോളാം. പ്രിയപ്പെട്ടവരെ, കൊടുവള്ളിക്കാരെ, അനുഭവം ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ പറയാം, കെട്ടിയിട്ട് ആരെങ്കിലും കുടി നിർത്തിക്കണോ? കുടിന്റെ പടിയും കൂടെ തുടങ്ങുന്നല്ലാണ്ടില്ലേ? അതുകൊണ്ടാണ് ഇറ്റ്സ് എ ഫാന്റസി. അതൊരു ഫാന്റസിയാ. ആ ഫാന്റസി ഒക്കെ കല്യാണത്തോടു കൂടി അങ്ങ് റിയാലിറ്റി ആയിട്ട് മാറും. ഈ അവസ്ഥയിൽ എന്തും ഏതും സഹിക്കാനുള്ള ശേഷിയിലേക്ക് എത്തും. അതുകൊണ്ട് ചങ്ക എന്താ ചെയ്യാ? ഞാൻ സെറ്റായി, ഇജും സെറ്റായിക്കോ എന്ന് പറയും. ഒരിക്കലേ എൻ്റെ നാട്ടില് ഞാനൊരു പ്രദേശത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു വീടുണ്ട്. മടുത്തോ? ഹൈ, നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? വിശക്കുന്നുണ്ട്, സംഗതി എനിക്കും വിശക്കുന്നുണ്ട്, എന്തായാലും വന്നതല്ല, ഇതുകൂടെ പറഞ്ഞിട്ട് പോവാച്ചിട്ടാ കേട്ടോ. അപ്പൊ പോവേ. അപ്പോ ഈ പൊട്ടിപ്പൊളിഞ്ഞ റൂമാണ്. ഇതിന്റെ മുൻപില് ഒരു കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. ഭയങ്കര ടെൻഷനുണ്ട്. അപ്പൊ ഞാൻ പോയി ഒരു ഓഫീസിൽ പോയതാണ്. ആ കാര്യം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഈ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാൻ ഈ കുട്ടീനെ കണ്ടപ്പോ എന്തോ ഒരു പന്തികട കുട്ടീനെ വിളിച്ചിട്ട്, എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഈ കുട്ടിയാണ് കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ നിങ്ങൾ ഇന്നൊന്നും പറയരുതിട്ടാ, നിങ്ങൾ ഇന്നൊന്നും ചെയ്യരുതിട്ടോ, എൻ്റെ ഉമ്മാരോടും പാപ്പാനോടും പറയരുതിട്ടാ, ഓനും ഓളും ഉണ്ട് ആ റൂമിന്റെ ഉള്ളിലെന്ന്. ആ പൊട്ടിപ്പൊളഞ്ഞ റൂമിന്റെ ഉള്ളിൽ ഓനും ഓളും ഉണ്ട്. അപ്പൊ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയും 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അതിൻ്റെ ഉള്ളിൽ. ഇവള് കാവല് നിൽക്കുക അല്ലേ, പ്രൊട്ടക്ഷന് നിൽക്കുകയാണ്, ആരും കാണാണ്ടിരിക്കാനേ, അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോ സിഗ്നൽ കൊടുക്കാന്. പ്രിയപ്പെട്ടവർ, ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? നമുക്കുള്ള കുഴി നമ്മളെല്ലാം തോണ്ടിക്കൊണ്ടിരിക്കുക അല്ലേ? ആരെയാ മറച്ചു വെക്കുന്നത്? വീട്ടുകാരിൽ നിന്നാണോ? വീട്ടുകാരെയാണോ മറച്ചു വെക്കുന്നത്? അധ്യാപകരിൽ നിന്നാണോ മറച്ചു വെക്കുന്നത്? നാട്ടുകാരിൽ നിന്നാണോ മറച്ചു വെക്കുന്നത്? നമ്മൾ ആലോചിക്കുക. ഇവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവസാനം കണ്ട കുഴിയിലൊക്കെ പോയി വീണ് പ്രയാസപ്പെടുന്നത് ഈ ഒരു മനുഷ്യൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടികൾ മാത്രമായിരിക്കും. അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാനാ ഉമ്മയെ ഉപ്പയെ ഉപദേശിക്കുള്ളൂ. മാതാപിതാക്കൾ മാത്രമേ നേരത്തെ കിടന്നുറങ്ങാനും നേരത്തെ എഴുന്നേൽക്കാനും പറയുള്ളൂ. ഉമ്മയും വാപ്പയും മാത്രമേ നഖം മുറിക്കാനും കുളിക്കാനും പറയുള്ളൂ. ഉമ്മയും വാപ്പയും മാത്രമേ ഭക്ഷണം കഴിക്കാനും മരുന്ന് കുടിക്കാനും പറയുള്ളൂ. ഉമ്മയും വാപ്പയും മാത്രമേ സ്ക്രീൻ ടൈം കുറക്കാൻ പറയുള്ളൂ.
കാരണം എന്താണെന്നറിയോ, നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മളെക്കാളേറെ സന്തോഷിക്കുന്നത് ആ ഉമ്മയും ഉപ്പയും മാത്രമാണ്. നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമ്മളെക്കാളേറെ സങ്കടപ്പെടുന്നതും ആ ഉമ്മയും ഉപ്പയും മാത്രമാണ് പ്രിയപ്പെട്ട മക്കളെ. അല്ലാതെ ചങ്കല്ല, കരളല്ല. ഉമ്മയും വാപ്പയും പറയുന്ന കാര്യങ്ങളെ ആദ്യമൊക്കെ കൈപ്പന്നെയായിരിക്കും, നെല്ലിക്കനെ പോലെയാ. പിന്നെയാണ് അതിന്റെ മധുരം നമുക്ക് അനുഭവിക്കേണ്ടി വരിക, പിന്നെയാണ് അതിന്റെ മധുരം നമുക്ക് കിട്ടുക. അപ്പോഴത്തിന് സമയമൊക്കെ അങ്ങ് അതിക്രമിച്ച് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ആലോചിക്കുക, ഇന്ന് പോലും ഈ 33 വയസ്സ് റണ്ണിങ്ങാ. ഇന്ന് ഞാൻ നേരം വൈകി, തികച്ചും വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് നേരം വൈകിയാണ് വണ്ടി ഓടിക്കുന്നത്. എൻ്റെ ഉപ്പ വിളിച്ചിട്ട് എന്നോട് പറയാ, എൻ്റെ ഉപ്പ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാണ്, സംഗതി നേരം വൈകിട്ടുണ്ട്, പക്ഷേ പാൻ്റെ കുട്ടി പതുക്കെ പോണട്ടോന്ന്. പാൻ്റെ കുട്ടി പതുക്കെ പോവണം, കൊടുവള്ളിക്കാരൻ എന്നെ കാത്തിരിക്കും, ഈ ബേജാറായി പോവരുത് ടോന്ന് എന്നോട് പറഞ്ഞത് ആകെ ആരാന്നറിയോ? എൻ്റെ ഉപ്പ മാത്രമാണ് എന്നോട് വിളിച്ച് പറഞ്ഞത്, ഉപ്പാന്റെ കുട്ടി മെല്ലെ പോണട്ടോന്ന്. പ്രിയപ്പെട്ടവരെ, ആ ശബ്ദമില്ലാതെയാ പിന്നെ ആരും എന്നോടത് പറയൂല. ഇപ്പോഴും പറയും എൻ്റെ ഉമ്മ, ഇപ്പോഴും നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറയും, ഇപ്പോഴും ശ്രദ്ധിച്ച് നടക്കാൻ പറയും, ഇപ്പോഴും നല്ല കുട്ടിയാവണമെന്ന് പറയും. ഈ 33 വയസ്സായിട്ട് ഡോക്ടറായിട്ട് ഇത്രയും മനുഷ്യന്മാരെ ചികിത്സിക്കുന്ന മനുഷ്യനായിട്ട് പോലും ഉമ്മ വിളിച്ച് പറയും, ഉമ്മാന്റെ കുട്ടി നല്ല കുട്ടിയാവണട്ടോന്ന്. പ്രിയപ്പെട്ടവരെ, കുടുംബം ഇല്ലെങ്കിൽ അതുണ്ടോ? കുടുംബം ഇല്ലെങ്കിൽ ആ ഉമ്മയും വാപ്പയുണ്ടോ? കുടുംബം ഇല്ലെങ്കിൽ ആ സഹോദരന്മാരുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ സ്നേഹം ഉണ്ടല്ലോ, അത് നമ്മളെ കുടുംബത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കണം, നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. മക്കള് പറയണം, എൻ്റെ ഉമ്മയെ പോലെ എൻ്റെ ഉപ്പയെ പോലെയുള്ള ഒരു ഇണയെ എനിക്ക് കിട്ടണമെന്ന്. അത് ലഭിക്കണമെങ്കിൽ ഉമ്മയും ഉപ്പയും അങ്ങേയറ്റം സ്നേഹമുള്ളവരാവണം. മാതാപിതാക്കളോടുള്ള ബാധ്യത അത്ര മനോഹരമായി പൂർത്തിയാക്കേണ്ടവരുണ്ട് നമ്മള്. ഒരിക്കല് വാപ്പ ആർക്കിടെക്റ്റായ വാപ്പയുടെ മകൻ, 4 വയസ്സായ മകന് വാപ്പ വരക്കുന്നത് പോലെ ഒരു പ്ലാന് വരച്ചു കൊടുക്കുക വാപ്പയ്ക്ക്, ഒരു വീടിന്റെ പ്ലാൻ. ഈ പ്ലാന് വരച്ചു കൊടുത്തിട്ട് വാപ്പ കൗതുകത്തോടെ വന്ന് നോക്കുകയാണ്. അത് എന്നെ പോലെ സ്കില്ലുള്ള കുട്ടിയാണ്, ആർക്കിടെക്റ്റിൽ സ്കില്ലുള്ള കുട്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ മകൻ വരച്ച ആ പ്ലാൻ ഇങ്ങനെ നോക്കുക. കുട്ടി കാണിച്ചു കൊടുക്കണം ഓരോ റൂം ഉപ്പയ്ക്ക്. ഉപ്പ, ദിസ് ഇസ് ലിവിംഗ് റൂം, ദിസ് ഇസ് സിറ്റ് ഔട്ട്, ദിസ് ഇസ് കിച്ചൺ, ദിസ് ഇസ് ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും കാണിച്ചു കൊടുക്കുമ്പോഴേ അതിന്റെ മൂലയില് കറുത്ത കളറ് വെച്ചിട്ട് ഇങ്ങനെ പെയിന്റ് കൊടുത്തൊരു റൂമുണ്ട്, ഒരു കുഞ്ഞു റൂം. ഈ റൂം കണ്ടപ്പോ വാപ്പ ചോദിച്ചു, ഈ റൂം ആർക്കാ മോനേന്ന്, ഈ മുറി ആർക്കാ മോനേന്ന്. മോൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അച്ഛാ, ദിസ് ഇസ് ഫോർ യു. ഉപ്പ, ഇത് നിങ്ങൾക്കാണ് കേട്ടോന്ന്. ലൈക്ക് മൈ ഗ്രാൻഡ് ഫാദർ. എന്റെ ഗ്രാൻഡ് ഫാദർ ഇല്ലേ, എന്റെ വല്യപ്പ കിടക്കണില്ലേ ഒരു റൂമില്, കാറ്റും വെളിച്ചൊന്നും തട്ടാതെ, ഗസ്റ്റ് വന്നാല് ഗസ്റ്റിന്റെ ശ്രദ്ധയിൽ പെടാതെ. അല്ല, അതല്ല നമ്മള് നോക്കുക. ഗസ്റ്റ് വരുമ്പോ ഗസ്റ്റിന്റെ ശ്രദ്ധയിൽ പെടാൻ പാടില്ല. ആര്? പ്രായ ഉമ്മയും വാപ്പയും. കിടക്കണോടത്ത് തന്നെ മലമൂത്ര വിസർജനങ്ങളൊക്കെ ഒരുപക്ഷെ നടത്തും, നീറ്റ് പോവാൻ പറ്റൂല ഓർക്ക്. അതുകൊണ്ട് അതൊന്നും കാണണ്ട, അതൊന്നും അറിയണ്ട, അതൊന്നും അനുഭവിക്കണ്ട, അതുകൊണ്ട് കാണാത്തൊരു മൂലക്കൊക്കെ അങ്ങോട്ട് ചേർത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് വപ്പാനെ കൊണ്ടുപോയി കിടത്തിയില്ലേ? അതുപോലൊരു മുറി, അതുപോലൊരു ഇടം, അതുപോലൊരു അനുഭവം മക്കൾ നമുക്ക് വേണ്ടിയും കാത്തുവെക്കുമെന്ന ചിന്തയിൽ വേണം ജീവിക്കാൻ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച മകളായി തീരേണ്ടതുണ്ട് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച ബന്ധങ്ങളുള്ള സാഹോദര്യ ബന്ധം നിലനിർത്തുന്ന മനുഷ്യനായി തീരേണ്ടതുണ്ട് നാം. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അനുരഞ്ജിപ്പുണ്ടാക്കുക. ആർക്കിടയില? ഒരമ്മേന്റെ അച്ഛന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന സിരകളിലൂടെ ഒരേ രക്തമൊഴുകുന്ന മക്കൾ വർഷങ്ങളായി മിണ്ടിയിട്ട്, നിങ്ങൾ ആലോചിച്ചോക്കെ, വർഷങ്ങളായി പരസ്പരം ഒന്ന് ചിരിച്ചിട്ട്, വർഷങ്ങളായി പരസ്പരം ഒന്ന് നോക്കിയിട്ട്, എന്തിന്റെ പേരിലാ? 2 സെന്റ് ഭൂമിന്റെ പേരിലേ, അല്ലെങ്കിൽ ഓള് പറഞ്ഞ അഭിപ്രായം ഓൻ അംഗീകരിക്കാത്തതിന്റെ പേരിലേ, അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്താഗതിയുടെ പേരിലേ, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വ്യത്യാസങ്ങളുടെ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്സിന്റെ പേരിലൊക്കെ പിണങ്ങി നിൽക്കുക എന്നതിന്റെ ഗൗരവം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പാടില്ല. ഈ ബന്ധങ്ങളെ നമ്മൾ ഊഷ്മളമാക്കേണ്ടതുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാക്കുമ്പോൾ ആ ബന്ധങ്ങൾ ചേർക്കണമെന്ന്, ഈ ബന്ധങ്ങൾ നമുക്കും വേണമെന്ന് നമ്മുടെ മക്കൾ ആഗ്രഹിക്കും. അവരതിനു വേണ്ടി പ്രാർത്ഥിക്കും, അവരതിനു വേണ്ടി പ്രയത്നിക്കും. അതുകൊണ്ട് ഉപദേശിക്കുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം പകർന്നു കൊടുക്കുക. ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവുമായി തീരുക. പരസ്പരം പറ്റിക്കാത്ത ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒന്ന പരസ്പരം പറ്റിക്കാത്ത ഭാര്യയും ഭർത്താവും ആവുക. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ തന്നെ വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? എൻ്റെ ക്ലിനിക്കിൽ ഞാൻ തോനെയും കാണുന്നത് പെണ്ണുങ്ങളെയാണേ.
അതുകൊണ്ടാട്ടോ എൻ്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എൻ്റെ ചുരിദാർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇന്നിട്ട് എൻ്റെ ഡ്രസ്സ് എനിക്ക് നല്ല മേച്ചാട്ടോ, എൻ്റെ സ്വഭാവം വൈബാണ് കേട്ടോ എന്നൊക്കെ പറയാൻ പുറത്ത് ആൾക്കാരുണ്ടാവും. പക്ഷെ കാല് വഴുതി വീണാലേ ഹോസ്പിറ്റലിലേക്ക് പിടിച്ചു കൊണ്ടുപോകാനും ആ ഹോസ്പിറ്റലിൽ നിന്ന് അറപ്പും വെറുപ്പും ഇല്ലാണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനും പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്തു തരാനും വായിലേക്ക് ഭക്ഷണം വെച്ചു തരാനും ചിലപ്പോൾ അഭിപ്രായം പറയാനൊക്കെ മറക്കണേ, ചിലപ്പോൾ സാരീൻ്റെ ഭംഗിയും ചുരിദാറിൻ്റെ ഭംഗിയൊക്കെ പറയാൻ മറന്നു പോകുന്ന ആ പ്രാരാബ്ദങ്ങളും ആ തിരക്കിലൊക്കെ പെട്ട് ചിലപ്പോൾ നമ്മൾ അഭിനന്ദിക്കാനും പ്രശംസിക്കാനൊക്കെ മറന്നു വന്ന മൂപ്പരില്ലേ? ആര്? പ്രിയപ്പെട്ടവനെ, മൂപ്പരേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പറ്റിക്കുമ്പോൾ ആലോചിക്കുക, ഈ അടുത്ത് ക്ലിനിക്കിൽ വന്നൊരു പെണ്ണെ ഒരേ സമയം 3 പേരോടാണ് അഫെയറിലുള്ളത്, അഫെക്ഷനിലുള്ളത്. പുതിയാപ്പിള 4മത്തവനായി പുറത്തുണ്ട്. 3 പേരോട്. അപ്പൊ എന്താ സംഗതി എന്നറിയോ? കോപ്പി പേസ്റ്റ് അടിക്കാം മെസ്സേജൊക്കെ. ആലോചിച്ചോക്കി, ആരും കാണൊന്നുമില്ലാന്ന്. ആരപ്പോ ഈ ഫോണ് നോക്കിയ ലോക്കല്ലേ? ഇത് ആരെങ്കിലും കാണുമോ? ലോക്കിന്റെ പുറമെ മറച്ചും വെക്കും. അല്ല, ഈ ഫോൺ ഇങ്ങനെ വെക്കാണ്ട് മറച്ചേക്കണം എന്തിനാ? ഇന്നലെ ഞാൻ പിന്നെയും പറയാം, കുടുംബം കലക്കാൻ വന്നതല്ല, കലങ്ങരുതേ എന്നുള്ളതാണ് ഉദ്ദേശം. കലങ്ങാൻ പാടില്ല, കലങ്ങാതിരിക്കാനാ പറയണത്. ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ തെറ്റുകളും പിഴവുകളൊക്കെ ഉണ്ടാവേ. പക്ഷെ ഉണ്ടല്ലോ, ആലോചിക്കുക, എല്ലാം ത്യജിച്ച് എന്നെ മാത്രം വിശ്വസിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്ന, എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന, പരാതികളും കുറ്റങ്ങളൊക്കെ ഇടക്കൊക്കെ പറയലുണ്ടെങ്കിലും എന്നെ സ്നേഹിക്കണ, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണ് പെരയിലുണ്ടാവുമ്പോ എന്തിനാ പുറത്തത്തെ പെണ്ണുങ്ങള്? എന്തിനാ പുറത്തത്തെ പെണ്ണുങ്ങള്? അതുകൊണ്ട് ചിന്തിക്കുക, ഇതൊക്കെ മക്കൾക്ക് നൽകുന്ന മാതൃകയുണ്ട്. ഈ പെണ്ണിന്റെ, ഞാൻ പറയുന്ന സോ കോൾഡ് ലേഡി, ആ ലേഡിയുടെ മകൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കണത്. എപ്പോ ഉമ്മാനെ കണ്ടാലും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്ന മകൻ. ഉമ്മയെ ഞാൻ കണ്ട ഉമ്മയെ ഞാൻ കൊല്ലും എന്നാണ് ആ കുട്ടി പറയണത്. കാരണം എന്താ? ഉമ്മയുടെ വഴിവിട്ട ജീവിതം, ഉപ്പയുടെ വഴിവിട്ട ജീവിതം മക്കൾ കാണുക. എന്ത് മാതൃകയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ കരുതുണ്ടോ കുട്ടികൾക്ക് ഇതൊന്നും അറിയാൻ പറ്റൂല എന്ന്? നമ്മൾ വിചാരിക്കുന്നുണ്ടോ മക്കൾക്ക് ഇതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല എന്ന്? പ്രിയപ്പെട്ടവരെ, ഡിജിറ്റലൈസ്ഡ് യുഗത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാ. ഉമ്മാന്റെ കണ്ണൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ മതി. വാപ്പാന്റെ കൃഷ്ണമണിന്റെ ഉള്ളിൽ ഐറിസ് ഉണ്ടല്ലോ, അതിന്റെ മൂവ്മെന്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ മതി. മക്കൾക്ക് ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. മക്കൾക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എന്താണ് ആ ഇമോഷൻ? ഈ കണ്ണിന്റെ നോട്ടത്തിന്റെ പിറകിലുള്ള ഇമോഷൻ എന്താണെന്ന് അത്രയും അഡ്വാൻസ്ഡ് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കളാ. അതുകൊണ്ട് പകർന്നു കൊടുക്കുക, പറഞ്ഞു കൊടുക്കൽ അങ്ങ് നിർത്തിയിട്ട് ഉത്തമ മാതൃകയുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, ബന്ധങ്ങൾ ഊഷ്മളമാക്കുക. അത് ഉമ്മയും വാപ്പയാണെങ്കിലും അമ്മായിമ്മയും മരോളും ആണെങ്കിലും നല്ല ബന്ധം നിലനിർത്തുക. അമ്മായിമ്മയും മരോളും എന്ന് പറഞ്ഞാൽ എന്താ? ശത്രുക്കളാ? ആണോ? ഇത് വലിയൊരു ടോപ്പിക്കാട്ടോ. ഞാൻ ഓരോ ടോപ്പിക് കൊടുത്ത് പറയാൻ നിന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കൂടില്ല. വിശന്നിട്ടാണെങ്കിൽ കുടല് കരയണോണ്ടില്ലേ? അത് യാഥാർത്ഥ്യമാണല്ലോ, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പൊ പ്രിയപ്പെട്ട ഒരു അമ്മായിയമ്മ മരുമകൾ എന്ന് പറയുന്നത് ശത്രുക്കളല്ലെന്ന്. എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ മക്കളെ എനിക്ക് സമ്മാനിച്ച എൻ്റെ പ്രിയതമ്മനെ പ്രസവിച്ച ഉമ്മയാണ്. ചിലപ്പോ ഉമ്മാന്റെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. മോള് വരുമ്പോ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടീകാരം. ആര്? ഉമ്മാന്റെ മോളെ അല്ലേ? ഉമ്മാന്റെ മോള് വരുമ്പോ ഭയങ്കര ഇഷ്ടായിരിക്കും. ഉമ്മാന്റെ മോള് വന്നപ്പോ ഒരു മരുമകള് വന്ന് പരാതി പറഞ്ഞതാ, നോമ്പും പണിയൊക്കെ കഴിഞ്ഞിട്ടേ, ഈ നോമ്പും പണിയല്ലേ നനച്ചുള്ളി, കൊടുവള്ളിക്കാർ ഇവിടെ അതൊന്നും ഇല്ലേ? ഞങ്ങൾ നേരമ്പൂരുള്ളോ? നമ്മൾ മറ്റേ കോണിയൊക്കെ വെച്ച് കയറി ഇനി ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത, ഇനി ഒരിക്കലും എടുക്കാൻ പോവാത്ത പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വീണ്ടും അതിന്റെ മോൾക്ക് തന്നെ വെക്കൂലേ? ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ജന്മത്തിൽ എടുക്കൂലേ ആ പാത്രങ്ങളൊന്നും, ഒരിക്കലും ഉപയോഗിക്കാൻ പോണില്ല. എന്നാലും അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വീണ്ടും അതിന്റെ മോൾക്ക് തന്നെ വെക്കൂലേ? ഇങ്ങനെ കയറി ഇറങ്ങി മരുമകൾ ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാ മോള് വീട്ടിൽ നിന്ന് വരുന്നത്. മോക്ക് വയ്യ, പനിയാ. 2 ദിവസം ഓളെ വീട്ടില് നോമ്പും എടുത്തിട്ട് കുഴങ്ങി വന്നതാ. അമ്മായിമ്മ പറയാത്രേ, ഇപ്പോഴും ഉണ്ടോ ഈ നോമ്പും പണിയൊക്കെ? പണിയെടുത്ത് മക്കളെ ജീവൻ കളയാൻ ഓരോ ഉമ്മാരെ ഇറങ്ങി തിരിച്ചോളുന്ന്. മറ്റോളാ കോണിന്റെ മുകളിലാട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഓള അതിന്റെ മുകളിൽ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ചില അമ്മായിമാർ അങ്ങനെയാ, മകള് വേറെ കണ്ണിലും മരുമോളെ വേറെ കണ്ണിലും കാണും. പാടുണ്ടോ? പാടില്ല അല്ലേ? ഇരട്ടത്താപ്പാണ്, തെറ്റാണ്. മതപരമായി ചിന്തിച്ചാൽ മാത്രമല്ല, ധാർമ്മികത എന്ന് പറഞ്ഞ മാനുഷികമായ ചില പരിഗണനകളുണ്ട് പ്രിയപ്പെട്ടവരെ. അതിന് ഈ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഏത് മനുഷ്യനാണോ
ആ ഒരു വ്യത്യാസം വീട്ടിൽ ഒരേ കുടുംബത്തിൽ കാണിക്കാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും കൂടെ നിൽക്കാൻ പറ്റൂല. അപ്പൊ ഉമ്മാര് മനസ്സിലാക്കണം, കാല് വെച്ചത്തി വീഴുമ്പോ ഓളല്ല ഓളെ കെട്ടിച്ചു കൊടുത്തുനിന്ന് ഓടി വരാണ്ടാവുക. ആരാണ്ടാവുക? കോണിന്റെ മുകളിൽ നിൽക്കണില്ലേ ആര്? മരുവോള്. ഓളുണ്ടാവുക. ഓളായിരിക്കും പരിചരിക്കാനും സ്നേഹിക്കാനും നോക്കാനും അറപ്പും വെറുപ്പും ഒന്നും ഇല്ലാണ്ട് കൂടെ ഉണ്ടാവുക എന്നുള്ളത് അമ്മായിയമ്മമാര് മനസ്സിലാക്കുക. അതുപോലെ എൻ്റെ ഉമ്മയാണ് എന്ന ചിന്ത, എൻ്റെ ബാധ്യതയാണ് എന്ന ചിന്ത മരുമക്കളും ചിന്തിക്കുക. ഒരിക്കലും ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കുകയാണേ. അങ്ങനെ ഉദ്ഘാടനത്തിനൊക്കെ പോയി, ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ക്ലിനിക്കിന്റെ ഓണർ എടുത്ത് അവൾ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറയാം, ഫർഹ ഈ അമ്മായിമ്മമാരോട് ബന്ധത്തെ കുറിച്ചൊന്ന് പ്രസംഗിക്കണം കേട്ടോ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ക്ലിനിക്കിന്റെ ഉദ്ഘാടനമല്ലേ? ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിൽ അമ്മായിമ്മമാരോട് ബന്ധമാണോ പറയേണ്ടത്? അപ്പൊ ആ പെണ്ണിന്റെ അടുത്ത് പറയണേ, എടി ഇന്റെ മരുക്കളൊക്കെ വന്നിക്കണേ, ഇന്റെ ഏട്ടത്തിയാളൊക്കെ മരുക്കൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒന്ന് പറയുക, ഒന്നും വേണ്ട, വീട്ടില് കുറെ പണികളൊന്നും എടുക്കണ്ട, എന്നെ സഹായിക്കും വേണ്ട. വിരുന്നുകാർ വരുമ്പോ, ഗസ്റ്റ് വരുമ്പോ, കോളിംഗ് ബെല്ലടിക്കുമ്പോ ആ ഫോണൊന്ന് മാറ്റി വെച്ച് ഞങ്ങളെക്കിടയിലേക്കൊന്ന് ഇറങ്ങി വരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോന്ന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ അനുഭവം ഇവിടെ പറഞ്ഞു വെക്കുന്നത് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. മാനുഷികത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരാൾ വീണ് കിടക്കുമ്പോഴേ വീണ്ടും മൈക്കിലൂടെ സംസാരിക്കുക എന്നതല്ല എൻ്റെ ധാർമ്മികത. ഇറങ്ങിച്ചെന്ന് അയാളെ കൈ പിടിച്ച് പൊക്കുക എന്നതാണ്. ഈ ചിന്ത ഉണ്ടാവണമെങ്കിൽ കുറെ പഠിക്കൊന്നും വേണ്ട, ഈ ഫ്രണ്ടൽ ലോബ് വളർന്നാൽ മതി. ധാർമ്മികത മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം പരത്തിയാൽ മാത്രം മതി. ആ രീതിയിലേക്ക് മക്കളെ വളർത്തുക. മക്കൾക്ക് അനുസരിക്കാൻ വിധത്തിൽ, മക്കൾക്ക് മാതൃകയാക്കാൻ വിധത്തിലുള്ള ഉത്തമ മാതൃക കാണിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമായി തീരുന്ന രൂപത്തിൽ പടച്ചോൻ നമ്മെ സംവിധാനിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ, ഈ ഒരു കൂട്ടം, ഈ ഒരു കൂട്ടായ്മ എന്നും ഇങ്ങനെ നിലനിൽക്കത്തക്ക രൂപത്തിൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഈ മുന്നണി നായകന്മാരുണ്ട്. അവരുടെ പിറകിൽ നിൽക്കുമ്പോൾ മാത്രമേ ഇത്തരം ചിന്താഗതികൾക്കെതിരെ മറ്റാരും എതിർക്കൂലാട്ടോ പ്രിയപ്പെട്ടവരെ. ആരും ഇതിനെതിരെ നിൽക്കൂല. അതിനെന്താ, നാടോടല്ലേ, നടുവേ അങ്ങോട്ട് ഓടുക എന്ന് പറയും. പക്ഷെ ഇത്തരം സംഘടനകൾ മാത്രമാണ് നമ്മുടെ മക്കളെ വഴിപിഴച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് നേർപാതയിലൂടെ കൊണ്ടുപോകാൻ, നേർവഴിയിലൂടെ സഞ്ചരിക്കുവാൻ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് കാലിനടിയിലെ മണ്ണിനെ ഒഴുക്കിക്കളയാൻ അനുവദിക്കാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.